with crimson secrets and forbidden bliss. Can't stay still, don't stop that thrill. My bones crave your skin, temptation within, mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Set my heart on fire. ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇൻ ക്ലാൻ വാർഫെയറിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇപ്പോൾ മൾട്ടിപ്പിൾ ലൈനപ്സ് തമ്മിലുള്ള ഒരു മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടീമുകളെല്ലാം ഒന്ന് നോക്കാം. സ്ലോട്ട് നമ്പർ 1 ഇരിക്കുന്നത് നമ്മുടെ ബ്ലൂ ലൈനപ്പ്, ആം ഇലക്ട്രോ ഡെവിൾ, ജിനു ആൻഡ് ചാർലി. സ്ലോട്ട് നമ്പർ 3 നിൽക്കുന്നു അവിടെ നമ്മുടെ ഇംപീരിയൽ ലൈനപ്പ്, മോട്ടൽ ക്രേസി, ഫൈറ്റർ, ഗോഡ് ആൻഡ് മാരീഡ് നിൽക്കുന്നു. ഫിനിക്സ്, എബനേസ്. നമ്മുടെ
ടീം ഫാൻറ്റം അവിടെ എബനൈസർ, ഷാഡോ, ഡെവിൾ, ജോമോൻ എന്നിവരോടൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ടീം ആൽഫ അവിടെ നിൽക്കുന്നത് കില്ലർ, ലോക്കി, ഡീമൻ, വീക്ക് എന്നിവരോടാണ്. മെയ്സ്, മാക്കാൻ, സെയിന്റ് ഒരു ടീമിൽ നിൽക്കുമ്പോൾ നമ്മുടെ റീബോൺ, ഗോഡ്സൈ, നോക്സിയോ എന്നിവർ വേറൊരു ടീമിൽ നിൽക്കുന്നു. ബ്ലാക്ക് ഏഞ്ചൽ, ന്യൂ വൈറ്റി എന്നിവർ വേറൊരു ടീമിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആരൺ കുമാർ എത്തിയിട്ടുണ്ട്. ഹായ് ആൽഫ, ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രോ, പക്ഷേ ഇത് ഇൻക്ലാൻ മാച്ച് മാത്രമാണ്. ഇൻക്ലാൻസ് ബൂട്ട് ക്യാമ്പ് ചലഞ്ച്, ഇൻക്ലാം TDM എന്ന് അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസിലുള്ള മാച്ചുകൾ മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഫൈറ്റാണ് ബൂട്ട് ക്യാമ്പിൽ വെച്ചത്. ജസ്റ്റ് ഫോർ ഫൺ. സൺഡേ അല്ലേ, എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് ആയിക്കട്ടെ എന്ന് കരുതി എല്ലാവരും ഒന്ന് ഒത്തുചേരാനുള്ളൊരു ശ്രമം, അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. പോവല്ലേ? പോവല്ലേ അരുണേ, പോവല്ലേ? കളിയൊക്കെ കണ്ടിട്ട് പോവും. എന്താ ഇത്ര തിരക്ക്? നിങ്ങൾ കുറേ ക്വാളിഫയറിലൊക്കെ കളിച്ച് സെറ്റായിട്ട് നിൽക്കുകയല്ലേ, ചുമ്മാ എൻജോയ്മെൻറ്റിനായിട്ടൊക്കെ ഒന്ന് കയറ്. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം അവിടെ ജമ്പ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബൂട്ട് ക്യാമ്പ് എത്തുന്നതോടുകൂടി അവിടെ ജമ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 47 നോക്സിയോ, നോ വൈറ്റി, ഇലക്ട്രോ എന്നിവർ അവിടെ ജമ്പ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ബ്രോ. അപ്പം അതുപോലെ പിന്നെ നമ്മുടെ ഇലക്ട്രോ ഒക്കെ അവിടെ ചാടി പതുക്കെ ബൂട്ട് ക്യാമ്പിലോട്ട് പോകുന്നുണ്ട്. മൾട്ടിപ്പിൾ ടീംസ് അവിടെ ബൂട്ട് ക്യാമ്പ് ലക്ഷ്യമാക്കി പോകുന്നത് കാണാൻ വളരെയധികം രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാവരും ഇവിടെ ഇറങ്ങുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇഷ്ടംമാതിരി ഫൈറ്റിംഗ് ഉടൻ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫിനിക്സ്, എബനൈസർ ടീം നമ്പർ ഫാൻറ്റം ആണെന്ന് തോന്നുന്നു ആദ്യം അവിടെ താഴോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ട് താഴെ ആരാദ്യം ചെല്ലുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീക്കൊക്കെ നമ്മുടെ ആൽഫ ടീം അവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. കില്ലറൊക്കെ ഓൾറെഡി അവിടെ ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ PX ഡബിളിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഡീമൻ, വീക്ക്, ലോക്കി എന്നിവരോടെ ചാടി. കില്ലർ, ന്യൂവായിട്ട് എല്ലാം അടുത്തടുത്തായിട്ട് ചാടിയിട്ടുണ്ട്. ആദ്യം തന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. കില്ലറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂവൈറ്റി ആൻഡ് കില്ലർ തമ്മിലുള്ള ഫൈറ്റ്. കില്ലർ അവിടെ തിരിച്ച് ഫൈറ്റ് എടുത്ത് ന്യൂവൈറ്റി അവിടെ കില്ലറിനെ ഡൗൺ ചെയ്തു. ഫസ്റ്റ് ആൽഫ ലൈനിലെ കില്ലർ അവിടെ വീണിട്ടുണ്ട്. അപ്പോൾ ന്യൂവൈറ്റി അവിടെ കില്ലറിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. ഷോർട്ട് ഗൺ വെച്ചൊക്കെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുനിന്ന് വേറെ ആരെങ്കിലും കയറി വരുന്നുണ്ടോ? യെസ്, നമ്മുടെ ലോക്കി വിക്ക് അവിടെ കയറി വരുന്നുണ്ട്. വിക്ക് അവിടെ ന്യൂവൈറ്റിനെ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു. വിക്കിനെ അവിടെ ഡൗൺ ചെയ്തായിരുന്നു. പക്ഷേ വിക്ക് അവിടെ എന്തായാലും റിവൈവ് ആകുമെന്ന് തോന്നുന്നു. ആൽഫയിലെ മെമ്പേഴ്സിന്റെ കംപ്ലീറ്റ് ബാക്കപ്പ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ഫൈറ്റ്സ് അവിടെ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. 47 നോക്സിയൊക്കെ അവിടെ നല്ല ഡാമേജ്. ഫിനിക്സ് റീബോൺ അവിടെ, ഫിനിക്സ് ഗോഡിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് ലോക്കിനെ അവിടെ, ഫിനിക്സ് എവനൈസർ ഡൗൺ ചെയ്തിട്ടുണ്ട്. OP ബോയ്സ് OP. അപ്പം എന്തായാലും മനോഹരമായ പ്രകടനമാണ്. ഫിനിക്സിന്റെ ബ്ലൂ ടീം ഒരു സൈഡിൽ കോമ്പൗണ്ട് കരസ്ഥമാക്കി. ബ്ലാക്ക് ഏഞ്ചൽ ഫിനിക്സിലെ ഫാൻറ്റം ലൈനപ്പ് അവിടെ സ്ലോട്ട് നമ്പർ 5 നിൽക്കുന്ന ഫാൻറ്റം ലൈനപ്പ് ഒരു കോണിൽ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ഫാൻറ്റം ലൈനപ്പ് അവിടെ ആൽഫയിലെ 2 മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തായിരുന്നു. അപ്പോൾ സെയിൻറ്റിലെ ഒക്കെ നോക്കാം. നമ്മുടെ ഫെയിൻ മെയ്സ് എന്നിവരെ അവിടെ നോക്കുവാണെങ്കിൽ പതുക്കെ നിൽക്കുകയാണ്. ജോക്കസർ ബിഗ്മൻ മാപ്പ് ലൗണ്ട് അല്ലായിരുന്നു. അപ്പോൾ മൂഞ്ചിയില്ലേ. അപ്പോൾ എനിവേ ഫിനിക്സ് റീബോണൊക്കെ അവിടെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മോട്ടൽ ക്രേസിയൊക്കെ ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ ഒരു കോമ്പൗണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ ബ്ലൂ ലൈനപ്പ് പതുക്കെ ഒരു സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. റീബോൺ ആൻഡ് ഗോഡ് സൈനിയൊക്കെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടംമാതിരി ഫൈറ്റ് അവിടെ കട്ടയ്ക്ക് നടക്കാൻ ചാൻസ് ഉള്ളപ്പോൾ ആൽഫ ലൈനപ്പ് 3 മെമ്പേഴ്സായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. കില്ലറിനെ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. ന്യൂ വൈറ്റി സോളോ ആയിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. സോളോ ആയിട്ട് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. മോട്ടൽ ക്രേസി, ഫൈറ്റർ എന്നിവർ അവിടെ പതുക്കെ കയറി ചെല്ലുന്ന ആ എനിമീസിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഷാഡോ ലൈനപ്പ് പതുക്കെ ബൂട്ട് ക്യാമ്പിലേക്ക് കയറി വരേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫിനിക്സ് ഫൈറ്റർ അവിടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കി വീക്കൊക്കെ മെയിൻ ബിൽഡിംഗ് ലക്ഷ്യമാക്കി പോകുമായിരുന്നു. എന്തായാലും മാക്കാൻ, മെയ്സ്, സെയിൻറ്റ് എന്നിവരവിടെ നമ്മുടെ മെയിൻ ബിൽഡിംഗ് ലക്ഷ്യം കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം ഫിനിക്സിൻ്റെ ബ്ലൂ ലൈനപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഫിനിക്സിൻ്റെ ഗോഡ്സൈ, റീബോൺ, നോക്സിയോ എന്നിവർ ഒരു മിക്സ്ഡ് ലൈനപ്പിനെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇമ്പീരിയൽ ലൈനപ്പ് നമ്മുടെ വെയർ ഹൗസിൻ്റെ ഏരിയയിൽ കാണാൻ സാധിക്കുമ്പോൾ നമ്മുടെ മറ്റൊരു വെയർ ഹൗസ് ഏരിയയിൽ നമുക്ക് വേറെ ടീമിനെ കാണാൻ സാധിക്കുന്നത്. ബ്ലാക്ക് ഏഞ്ചലിൻ്റെ കോമഡി കാണാം. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചലെ അവിടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ മേളിൽ കിടക്കുകയാണ്. ജോമോൻ, ഫൈറ്റർ, എബനൈസർ എന്നിവർ ബ്ലാക്ക് ഏഞ്ചലിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫിനിക്സ് ഡെവിൾ അവിടെ 47 നോക്സിയോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡെവിളിൻ്റെ മനോഹരമായ പ്രകടനം. ഡെവിൾ അവിടെ ചെന്ന് നോക്സിയോനെ അവിടെ ഡൗൺ ചെയ്തു. ഗോഡ്സൈ അവിടെ എത്തുന്നുണ്ട്. നോക്സിയോടെ കില്ല് അവിടെ കൺഫേം ആകുമെന്ന് അറിയത്തില്ല. ഗോഡ്സൈയുടെ അടുത്തേക്ക് പതുക്കെ ഡെവിൾ മുന്നോട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്സിയോനെ റിവൈവ് ചെയ്യാൻ ആളെത്തുമെന്ന് നോക്കട്ടെ. അപ്പോൾ സ്മോക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോഡ്സൈ. പതുക്കെ ചാർലി അവിടെ വന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ റീബോൺ അവിടെ എത്തിയിട്ടുണ്ട്. റീബോൺ അവിടെ തൊട്ട് ബാക്കിൽ എത്തിയിട്ടുണ്ട്. റീബോണിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റീബോൺ ദൂരെ കയറി വരുന്നുണ്ട്. ബ്ലാക്ക് ഏഞ്ചലിനെതിരെയാണെന്ന് തോന്നുന്നു അവിടെ ഫൈറ്റ് നടക്കുന്നത്. കട്ട ഫൈറ്റാണ്. അപ്പം ഗോഡ്സൈ അവിടെ നോക്സിയോനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ജിനു അവിടെ കയറി ചെല്ലുന്നു, അഡ്വാൻസ് ചെയ്യുന്നു. ഇലക്ട്രോ, ഡെവിൾ, ചാർലി എന്നിവരെല്ലാം കൂടെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് സൈഡിൽ നോക്കാം. റീബോൺ അവിടെ ബാക്കിൽ കൂടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റീബോൺ അവിടെ ബാക്കിൽ കൂടെ ഫയർ എടുക്കുന്നു. ഇലക്ട്രോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ജിനു ഡൗൺ. ഇലക്ട്രോ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഡെവിൾ അവിടെ ഗോഡ് സൈനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റീബോൺ അവിടെ ബാക്കിൽ കൂടെ കയറി വരുന്നു. ചാർലിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ജിനു അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ചാർലി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ചാർലി 47 നോക്സിയോനെ ഫിനിക്സ് ഡീമൻ ആൻഡ് മാരിയായിട്ട് തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു. ലോക്കി ടീമിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫിനിക്സ് ചാർലിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിക്സിലെ റീബോൺ. അതോടൊപ്പം തന്നെ ഫിനിക്സ് ഡീമൻ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഡീമൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഡീമൻ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. അപ്പോൾ ഒരു മെമ്പറിനെ അവിടെ
ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മോട്ടർ ക്രേസ് ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ കയറി വരുന്നു. ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ മനോഹരമായിട്ട് തന്നെ കയറി വന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇമ്പീരിയലിലെ ഗോഡ് അവിടെ ഓൾറെഡി നല്ല ഡാമേജിലാണ്. ക്രേസി അവിടെ നല്ല ഡാമേജിലാണ്. ഫിനിക്സിലെ ബാക്കി സെയിൻറ്റ് മാക്കാൻ ആൻഡ് മെയ്സ് അവിടെ ഒരു കോണി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഫിനിക്സ് ജോമോൻ അവിടെ ഒരു കോണി കൂടെ കയറി വരുന്നുണ്ട്. എബനൈസർ അവിടെ കയറി വരുന്നുണ്ട്. എബനൈസർ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആൽഫ ലൈനപ്പിൻ്റെ അടുത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ റീബോണിൻ്റെ മനോഹരമായ ഒരു നീക്കമായിരുന്നു. നമ്മുടെ ബ്ലൂ ലൈനപ്പിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഫിനിക്സ് ജോമോൻ അവിടെ കയറി വരുന്നുണ്ട്. ജോമോനെതിരെ അവർ ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നു. ജോമോനെ അവിടെ സ്പോട്ട് ചെയ്ത് ലോക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ലോക്ക് ഇൻസിഡൻറ്റ് PX ആൻഡ് എബനൈസർ അവിടെ കയറി ചെല്ലുന്നു. PX അവിടെ നിൽക്കുന്നുള്ളൂ. മോട്ടർ ക്രേസി ബാക്കിൽ കൂടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ഒരു മെസ്സാണ്. ഫിനിക്സ് വിക്കിനെ സ്പോട്ട് ചെയ്ത് എബനൈസർ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എബനൈസർ അവിടെ പതുക്കെ നിൽക്കുന്നു. ലോക്കി അവിടെ കയറി ചെല്ലുന്നു. ലോക്കി വിക്കിനെ അവിടെ സപ്പോർട്ടുമായിട്ട് കയറി ചെല്ലുന്നുണ്ട്. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ലോക്കിനെ സ്പോട്ട് ചെയ്ത് വീണ്ടും എബനൈസർ ഡൗൺ ചെയ്തു. എബനൈസർ OP ഗൈസ്. അപ്പോൾ ഫിനിക്സ് ഡീമനോട് അവിടെ ഉള്ള ആൽഫ ലൈനപ്പിലെ ഡീമനെ അവിടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എബനൈസർ അവിടെ ഹീലൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷാഡോ അവിടെ പതുക്കെ കയറി വരുന്നുണ്ട് ഡീമനെ സ്പോട്ട് ചെയ്യാനായിട്ട്. മോട്ടർ ജോമനെ അവിടെ PX അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാക്കാൻ എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. റീബോൺ ആൻഡ് ഗോഡ്സായ ഒരു കോണി കൂടെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. എബനൈസർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഫിനിക്സ് ഹൈഡ്ര വീർ. ഓക്കെ, ഹൈഡ്ര ഏത് ടീമായിരുന്നു? ഹൈഡ്ര ആണല്ലേ റീബോൺ ഗോഡ്സായി. ഓക്കെ, അപ്പം എന്തായാലും PX അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. PX അവിടെ കയറി വീക്കിനെ സ്പോട്ട് ചെയ്യാൻ ഡീമിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൽഫ ലൈനപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാൻറ്റം ലൈനപ്പ് OP ഗൈസ്. അപ്പോൾ ഫാൻറ്റം ഗൈസിലെ മോട്ടർ ക്രേസിനെ ഫിനിക്സ് ഗോഡിനെ അവിടെ മാക്കാൻ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. മോട്ടർ ക്രേസ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. എബനൈസർ അവിടെ ഫ്രണ്ടിൽ നിന്ന് നയിക്കുകയാണ്. അപ്പോൾ കിൽ ഫീഡ് നോക്കുകയാണ്. എബനൈസർ ആണെന്ന് തോന്നുന്നു മുന്നിട്ട് നിൽക്കുന്നത്. മോട്ടർ ക്രേസ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഷാഡോ ഒക്കെ അവിടെ കയറി. ഷാഡോനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഷാഡോ അവിടെ മോട്ടർ ക്രേസിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. മോട്ടർ ക്രേസ് അവിടെ ഡൗൺ ആക്കുന്നു. ജോമോൻ ബാക്കിൽ കൂടെ വന്ന് നല്ല കവർ കൊടുത്ത് നമ്മുടെ ഇമ്പീരിയൽ ലൈനപ്പിനെ അവിടെ നിന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ OP ഗൈസ്. അപ്പോൾ ഫിനിക്സ് ഫാൻറ്റം ലൈനപ്പ് OP ഗൈസ്. അപ്പോൾ ഫാൻറ്റം ലൈൻസ് ഒരു കോണി കൂടെ ഹൈഡ്ര ലൈനപ്പിലെ റീബോൺ ആൻഡ് ഗോഡ്സ് ഒരു കോണി കൂടെ കയറി വരുന്നുണ്ട്. നമ്മുടെ മാക്കാൻ മെയ്സ് ആൻഡ് സെയിൻറ്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ള രണ്ട് ഫാൻറ്റം ലൈനപ്പ് തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും മനോഹരമായ ഫൈറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്മോക്കുകളൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഫാൻറ്റം ലൈനപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫാൻറ്റത്തിൻ്റെ രണ്ട് ലൈനപ്പും നമ്മുടെ ടീം നമ്പർ 23 നമ്മുടെ ഹൈഡ്ര ലൈനപ്പുമാണ് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രയിലെ ഗോഡ്സായി ആൻഡ് നമ്മുടെ റീബോൺ അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഫിനിക്സ് മെയ്സ് സെയിൻറ്റ് ആൻഡ് മാക്കാൻ തൊട്ടടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഷാഡോ വേറൊരു കോമ്പൗണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷാഡോനെ നോക്കാം. ഷാഡോ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു ദൂരെ നിന്ന്. അപ്പോൾ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ഫിനിക്സ് റീബോൺ അവിടെ ഫിനിക്സ് ജോമോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റീബോണിൻ്റെ മനോഹരമായ പ്രകടനം. റീബോൺ അവിടെ ഡൗൺ ചെയ്തു. റീബോണിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുണ്ട്. ഷാഡോ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷാഡോ ആൻഡ് റീബോൺ തമ്മിലുള്ള ഫൈറ്റ് ഡ്രോപ്പ് ഡൗൺ ഷോട്ടിലൂടെ നമ്മുടെ റീബോണെ അവിടെ ഡൗൺ ചെയ്തു. ഗോഡ്സൈനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്ര ലൈനപ്പിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ജോമോൻ അവിടെ റിവൈവ് ആവും. ഷാഡോ അവിടെ റിവൈവ് ആവും. അതോടൊപ്പം തന്നെ ഇനി ഫിനിക്സിലെ മാക്ക് ആൻഡ് മെയ്സ് ആൻഡ് ടീമുണ്ട്. അതോടൊപ്പം തന്നെ PX ജോമോൻ എബനൈസർ ആൻഡ് ഷാഡോ. അത് വളരെ മനോഹരമായുള്ളൊരു പ്ലേ ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കോമ്പിനേഷൻ, നല്ല ഒരു ഇതാണ്, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് ടീമുകൾ തമ്മിൽ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫാൻറ്റം ലൈനപ്പ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജോമോൻ ഷാഡോ എബനൈസർ ആൻഡ് PX മനോഹരമായ കോംബോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. OP ഗായ്സ്. OP അതിൽ എബനൈസർ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കില്ലുമായിട്ട് നിൽക്കുന്നത്. എബനൈസറിന് നോക്കാം. 3 കില്ലോട് കൂടി എബനൈസർ നിൽപ്പുണ്ട്. ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 കില്ല് തന്നെയാണ്. നമ്മുടെ റീബോണും 3 കില്ല് എടുത്തിരുന്നു. പക്ഷേ റീബോണും ഇപ്പോൾ ഫിനിഷ് ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ട് എന്താകുമെന്ന് അറിയത്തില്ല. അപ്പം എബനൈസർ PX ജോമോൻ ആൻഡ് എല്ലാവരും OP നൈറ്റ് ബോട്ട് OP എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ. അപ്പോൾ ഇനിയുള്ള ഫൈറ്റുകൾ എന്താകും നോക്കാം. പതുക്കെ ഫിനിക്സ് ഫാൻറ്റം ലൈനപ്പ് ഒന്ന് മാറുകയാണ്. ഒരു കോണിക്കിലേക്ക് മാറുന്നതായിട്ട് നമ്മുടെ മെയ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. മെയ്സ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ മൂവ്മെൻറ്റ്സ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഏഞ്ചലിന് നോക്കാം. ബ്ലാക്ക് ഏഞ്ചൽ സ്റ്റിൽ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ബ്ലാക്ക് ഏഞ്ചൽ ഇവിടെ ഇഴഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ അവസാനമായാലും അവിടെ മാച്ച് ഫിനിഷ് ആവത്തില്ലെന്ന് ചുരുക്കം. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫൈറ്റിലേക്ക് പോകാം. നമ്മുടെ ഫൈറ്റിലേക്ക് പോകാം. PX ഒക്കെ അവിടെ ഫയർ കൊടുക്കും. മാക്കാനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് പേരിൽ സെയിൻറ്റിനെ നമുക്ക് കാണാം. മാക്കാനെ അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നു. മാക്കാനെ അവിടെ സ്പോട്ട് ചെയ്ത് PX അവിടെ ഡൗൺ ചെയ്തു. PX OP ഗൈസ്. PX അവിടെ അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോമോൻ അവിടെ പതുക്കെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ജോമോൻ അവിടെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് പതുക്കെ. അപ്പോൾ സെയിൻറ്റ് അവിടെ കവർ എടുക്കാൻ ചെന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സമയം അവരെല്ലാം മുന്നിലേക്ക് കയറാൻ വിനിയോഗിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ എബനൈസർ നോക്കാം. എബനൈസർ തൊട്ടടുത്തൂടെ കയറി ഓപ്പണിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ കയറി ചെല്ലുന്നുണ്ട് ഫിനിക്സ് ഇവരുടെ അടുത്തേക്ക്. നമ്മുടെ മാക്കാൻ്റെ ഒക്കെ അടുത്തേക്ക് സെറ്റായിട്ട് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല കവറിലെത്തിയിട്ടുണ്ട് ഓൾറെഡി. ബാക്കി മെമ്പേഴ്സ് എല്ലാം ഇനി അകത്ത് കയറി പൂശാനുള്ള പരിപാടിയായിരിക്കും. പതുക്കെ ജോമോൻ അകത്ത് കയറിയിട്ടുണ്ട്. ജോമോൻ അവിടെ കയറി ഫയർ കൊടുക്കുന്നു. ജോമോൻ അവിടെ സെയിൻറ്റിനെ ഡൗൺ ചെയ്യുന്നു. സെയിൻറ്റുമായിട്ടുള്ള ഫൈറ്റ്. സെയിൻറ്റിനെ അവിടെ 2 മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തു. അപ്പം മാക്കാൻ ഇനി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. മാക്കാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. മാക്കാനെ കൂടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാൻറ്റം ഗൈസ്. ഫാൻറ്റം OP ഇൻ ദ ചാറ്റ് ഗൈസ്. ഫാൻറ്റമാണ് നമ്മുടെ ഇന്നത്തെ വിജയ്. അപ്പം തൊട്ടപ്പുറത്ത് ബ്ലാക്ക് ഏഞ്ചൽ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ബ്ലാക്ക് ഏഞ്ചൽ അവിടുന്ന് ഒറ്റയ്ക്ക് തോക്കൊക്കെ
ഒക്കെ എടുത്ത് പതുക്കെ വരുന്നേ ഉള്ളൂ. ബ്ലാക്ക് ഏഞ്ചൽ ആലോചന എല്ലാം കഴിഞ്ഞ് എല്ലാ ടീമുകളും ഫിനിഷ് ആയതിനു ശേഷം ഫാൻറ്റം നമ്മുടെ ബ്ലാക്ക് ഏഞ്ചൽ ഒറ്റയ്ക്ക് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവസാനമായിട്ട് ശേഷിക്കുന്ന ബ്ലാക്ക് ഏഞ്ചലുമായിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ ഇനി ഒരാളോട് ശേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ പൊളിച്ചു ഗൈസ്, പൊളിച്ചു. നല്ല മനോഹരമായ ഒരു ഗെയിം പ്ലേ ആയിരുന്നു നമ്മുടെ ഫാൻറ്റത്തിൻ്റെ. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചലിൻ്റെ എന്താണ് ലക്ഷ്യമെന്ന് അറിയത്തില്ല. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മനോഹരമായ മാച്ചുകളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ നേടുകളും കാര്യങ്ങളും സ്മോക്ക് ഇടുവാണോ എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ഷാഡോ ലൈനപ്പ് അവിടെ ഓടി നടക്കുന്നുണ്ട് തെരഞ്ഞുകൊണ്ട്. നമ്മുടെ ബ്ലാക്ക് ഏഞ്ചലിനെ കാണുന്നില്ലെന്ന് തോന്നുന്നു. സോറി, ഷാഡോ ഒന്ന് ഫാൻറ്റം ലൈനപ്പ് അവിടെ ഓടി നടക്കുന്നുണ്ട്. യെസ്, ബ്ലാക്ക് ഏഞ്ചലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഷാഡോ? ഇല്ല, ബ്ലാക്ക് ഏഞ്ചൽ ഒരു കോണിൽ കൂടെ പതുക്കെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവസാന മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. പതുക്കെ ഓടി വരികയാണ് നമ്മുടെ ബ്ലാക്ക് ഏഞ്ചൽ. ബ്ലാക്ക് ഏഞ്ചലിൻ്റെ അടുത്തേക്ക് എല്ലാ മെമ്പേഴ്സും അഡ്വാൻസ് ചെയ്യുമെന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ നിൽക്കുന്നുള്ളൂ. PX ഡബിൾ ജോമോൻ എല്ലാം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. എബനൈസറും ഒക്കെ അവിടെ നിൽക്കുന്നുള്ളൂ. ബ്ലാക്ക് ഏഞ്ചലിനെ സ്പോട്ട് ചെയ്തിട്ടില്ല ആരും തന്നെ. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഒറ്റയ്ക്കായിരുന്നത് വളരെയധികം മോശമായിപ്പോയി. അപ്പോൾ ഫാൻറ്റം ലൈനപ്പ് OP ഗായ്സ് ഓൾറെഡി 9 കില്ലെടുത്ത് ഓൾമോസ്റ്റ് 2 ലൈനപ്പും പ്ലസ് ഒരാളെയും കൂടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരാളെ കൂടെ വൈപ്പ് ആകുമ്പോഴത്തേക്ക് എന്താകും സ്ഥിതി എന്നറിയത്തില്ല. എല്ലാവരും ഓരോരുത്തരായിട്ട് തപ്പി നടക്കുകയാണ്. നമ്മുടെ ബ്ലാക്ക് ഏഞ്ചലിനെ തപ്പി നടക്കുന്നു. ബ്ലാക്ക് ഏഞ്ചൽ ഇപ്പോഴും അവിടെ പാമ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാൻഹോക്കാണ് ബൂട്ട് ക്യാമ്പ് ചാലഞ്ചിൽ പാമ്പ് കളിക്കുന്ന ബ്ലാക്ക് ഏഞ്ചലിനോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ PX ഡബിൾ ഒരു കോണിൽ നിന്ന് ഓടി വരുന്നുണ്ട്. PX ഡബിൾ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ PX ഡബിൾ എബനൈസറിൻ്റെ അടുത്തേക്ക് നോക്കുകയാണ്. നമ്മുടെ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഷോർട്ട് ഗൺ വെച്ചൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പാമ്പ്, ചെറിയ പാമ്പിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മൂർഖം പാമ്പിനെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്പോട്ട് ചെയ്യാം. പാമ്പ് ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ബാക്കി മെമ്പേഴ്സ് എല്ലാം സ്പോട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എബനൈസർ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൺ അവിടെ ഫോം ആയിട്ടുണ്ട്. സോണിൻ്റെ ഡാമേജ് ആർക്ക് അധികം കിട്ടുന്നോ അവർ സോൺ കട്ടപ്പാമ്പാണ്. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ പതുക്കെ അവിടെ മുന്നോട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെയർ ഹൗസിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. വെയർ ഹൗസ് ഏരിയയിൽ ഒട്ടി നിൽക്കുന്നത് നമ്മുടെ ഫിനിക്സിൻ്റെ ടീം അവിടെ ഓടി നടക്കുകയാണ്, പരതി നടക്കുകയാണ്. ബ്ലാക്ക് ഏഞ്ചലിനെ തപ്പിക്കൊണ്ട് ബ്ലാക്ക് ഏഞ്ചലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അവിടെ ദൂരെ നിന്ന് ഫയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. PX ഡബിൾ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ പതുക്കെ അഡ്വാൻസ് ഹെൽമെറ്റും വെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലതെങ്കിൽ തന്നെ ആശാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. എടാ മാച്ച് ഫിനിഷ് ചെയ്യടാ. അപ്പോൾ ഇവരാണെങ്കിൽ സെൻട്രൽ ബിൽഡിംഗ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല, സെൻട്രൽ ബിൽഡിംഗ് നിന്ന് മാറാൻ ഉദ്ദേശമില്ല. അപ്പോൾ എല്ലാവരും ഓരോ കോണിലോട്ട് പോയി. ഒരാളെ സ്കൗട്ടിങ്ങിന് വിടായിരുന്നു, അപ്പം ഇന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരാളെ സ്കൗട്ടിങ്ങിന് വിടായിരുന്നു സെൻട്രൽ ബിൽഡിങ്ങിൽ നിന്ന് എല്ലാ ഏരിയയിലും സ്പോട്ട് ചെയ്ത്. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിന് പൊസിഷൻ റിവീൽ ആയേനെ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കട്ട ഫയറിങ് അവിടെ നടക്കുന്നേ ഉള്ളൂ. ഫാൻറ്റം ഗായ്സ് വിൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അടുത്ത ID പാസ്വേഡ് ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചലിൻ്റെ തപ്പിയുള്ള പരക്കം പാച്ചിലാണ് നമ്മുടെ ടീം ഫിനിക്സ് എബനൈസറിൻ്റെ ഒക്കെ. എന്തായാലും ബ്ലാക്ക് ഏഞ്ചലിനെ അവിടെ സ്പോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ട് ഷാഡോ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഷാഡോ അവിടെ പതുക്കെ എബനൈസർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. എബനൈസർ അവിടെ പതുക്കെ ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ ഒരു കോണിൽ നിന്ന് പതുക്കെ നിൽക്കുകയാണ്. അപ്പോൾ പതുക്കെ സോണിലേക്ക് ഓടേണ്ടതായിട്ടുണ്ട്. PX ഡബിളിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. PX ഡബിൾ അവിടെ സ്പോട്ട് ചെയ്ത് അവസാനം ബ്ലാക്ക് ഏഞ്ചലിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മുടെ ഫൈറ്റിന് ഒരു അന്തിമമായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഫൈറ്റ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഫൈറ്റിംഗ് ആയിരുന്നു. അവിടെ നമ്മുടെ നമ്മുടെ ഫാൻറ്റം ടീം അവിടെ ചിക്കൻ ഡിന്നറുമായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ മാച്ചിൻ്റെ. അപ്പോൾ മനോഹരമായ OP പ്രകടനം. അപ്പോൾ അടുത്ത മാച്ചുമായിട്ട് നമുക്ക് വീണ്ടും വരാം. സുകേഷ് നായിക് ഫിനിക്സ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സുകേഷ്. അടുത്ത മാച്ചുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ അടുത്ത
TDM ചാലഞ്ചസ് ആണ് നടക്കാൻ പോകുന്നത്. ആൽഫയും ബ്ലൂവും തമ്മിലുള്ള ഫസ്റ്റ് മാച്ച് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ആൽഫയും ബ്ലൂവിൻ്റെ ഫസ്റ്റ് മാച്ചിലേക്ക് നമുക്ക് ഉടൻ തന്നെ പോകാം. അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. ID പാസ്വേഡ് വന്നൊന്ന് ചെക്ക് ചെയ്തോട്ടെ. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. Feel like a dynamite, ready to explore right up in the sky. I need you to listen, I need you to hear, and don't show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Yeah.
skin. Temptation within, mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Yeah. അപ്പോൾ ആൽഫ വെസ് ബ്ലൂവിൻ്റെ TDM മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെന്നത് മാച്ചിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ TDM ആൽഫ പ്ലസ് ബ്ലൂ ഫസ്റ്റ് മാച്ച് നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും എന്ന് വിശ്വസിക്കാൻ നമ്മൾ നേരെ ചെന്നിരിക്കുകയാണ്. നമ്മുടെ കില്ലറിനെയാണ്, ആൽഫ ടീമിനെയാണ് നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. റെഡ് കളറിൽ നിൽക്കുന്നത് ബ്ലൂ ലൈനപ്പാണ്, ബ്ലൂ കളറിൽ നിൽക്കുന്നത് നമ്മുടെ ആൽഫ ലൈനപ്പുമാണ്. അപ്പോൾ എന്തായാലും മനോഹരമായിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ നമുക്കൊന്ന് മാറി നോക്കാം ഇവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കില്ലർ അവിടെ അഡ്വാൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ കില്ലർ ഒരു കോണിൽ കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കോണിൽ നിൽക്കാമെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഡ്രാഗൺ, ഇലക്ട്രോ എന്നിവർ റൈറ്റ് സൈഡ് പിടിക്കുന്നുണ്ട്, വിക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോരുന്നുണ്ട്. അപ്പോൾ ലോക്കിക്ക് അത്യാവശ്യം നല്ല ഡാമേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇലക്ട്രോ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇലക്ട്രോ അവിടെ സ്പോട്ട് ചെയ്ത് ഒരു ലോക്കിനെ ഡൗൺ ചെയ്തതനുസരിച്ച് ലോക്കി അവിടെ 2-1 രീതിയിൽ നിൽക്കുന്നു. നമ്മുടെ ആൽഫ ലൈനപ്പ് അവിടെ 2 കില്ല് എടുത്തിട്ടുണ്ട്. 1 കില്ലോട് കൂടി ബ്ലൂ ലൈനപ്പ്. ഡ്രാഗൺ അവിടെ ഡെയ്മനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3-2 എന്നുള്ള നിലയിൽ നിൽക്കുന്നു. അപ്പോൾ കട്ടയ്ക്ക് ഫൈറ്റ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കില്ലർ ഒരു കോണിൽ കൂടെ കയറിയുണ്ട്. ഇലക്ട്രോ ആൻഡ് കില്ലർ തമ്മിലുള്ള ഇലക്ട്രോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് കില്ലർക്ക്. അപ്പോൾ അതൊക്കെ ലോക്കി അതുവഴി അഡ്വാൻസ് ചെയ്യുന്നു. ഡെവിളിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഡ്രാഗൺ ആൻഡ് വിക്ക് തമ്മിലുള്ള മത്സരം. വിക്ക് അവിടെ ഡ്രാഗനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്കി അവിടെ അപ്പം 7-2 എന്നുള്ള സ്ഥിതിയിലായിട്ട് നീങ്ങുന്നത്. ബ്ലൂ ലൈനപ്പിൻ്റെ 2 പോയിന്റ് മാത്രമേ ഇതുവരെ അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ബാക്കി ബ്ലൂവിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഡീമൻ റൈറ്റ് സൈഡിൽ കൂടെ ഡ്രാഗനെ അവിടെ ഡൗൺ ചെയ്തു. അതേമാതിരി ഡെവിൾ അവിടെ സ്പോട്ട് ചെയ്ത് ഡീമനെ ഫയർ കൊടുക്കാൻ ചോദിച്ചു. പക്ഷേ ഡെവിളിനെ ഡീമൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീമനെതിരെയാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഡീമൻ്റെ അടുത്തേക്ക് പോകാം. ഡീമൻ അവിടെ മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീമൻ അവിടെ ഓൾറെഡി കില്ലർ അവിടെ 5 കില്ല് എടുത്തിട്ടുണ്ട്. ഡീമൻ അവിടെ 2 കില്ല് എടുത്തിട്ടുണ്ട്. ഡീമൻ അവിടെ ഇലക്ട്രോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീക്കിനെ നോക്കാം. വീക്ക് അവിടെ പതുക്കെ നിൽക്കുന്നുള്ളൂ. ഇലക്ട്രോനെ ഡെവിൾ അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. വീക്ക് അവിടെ ബാക്കിൽ കൂടെ കയറി വരുന്നുണ്ട്. ഡെവിൾ ഇതൊന്നും കണ്ടിട്ടില്ല. ഡെവിൾ അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വിക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജിനുവിന്റെ മനോഹരമായ കവർ എടുത്തിട്ടുണ്ട്. ഡീമൻ ഓൾറെഡി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. 15-7 എന്നുള്ള സ്ഥിതിയിലേക്ക് മാറ്റുന്നത്. ഇലക്ട്രോ അവിടെ ഫയർ കൊടുക്കുന്നു. ജിനു അവിടെ കയറി ചെന്നിട്ടുണ്ട്. ഡ്രാഗൺ അവിടെ ഒരു കോണിക്കൂടെ കയറി വരുന്നേ ഉള്ളൂ. ഡ്രാഗൺ ഒരു സൈഡിൽ കൂടെ കയറി വരുമ്പോൾ അവിടെ കില്ലർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കില്ലറിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ലോക്കി അവിടെ സെന്റർ കൂടെ വരുന്നു. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇലക്ട്രോ അവിടെ ഫയറിംഗാണ്. കില്ലറൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. കില്ലറിനെതിരെ അവിടെ ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു. കില്ലർ അവിടെ ഓപ്പണിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നു. കില്ലർ അവിടെ ഡ്രാഗന് നല്ല ഡാമേജ് ആണ് കൊടുക്കുന്നുണ്ട്. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ലോക്കി അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് ഡ്രാഗനെ. കില്ലർ അവിടെ മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. 7 കില്ലോട് കൂടി കില്ലർ അവിടെ കയറിയിട്ടുണ്ട്. വൈപ്പർ ബിഗ് ഫാൻ എന്ന് ഫിനിക്സ് റീബോൺ വരുന്നുണ്ട്. താങ്ക് യു റീബോൺ. അതോടൊപ്പം തന്നെ പതുക്കെ ജിനുവിനെ സ്പോട്ട് ചെയ്ത് കില്ലർ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമൻ ഒരു കോണിയുടെ മനോഹരമായ കവർ. ഇലക്ട്രോനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തു. ഡീമൻ ഒരു കോണിൽ കൂടെ കയറി ചെല്ലുകയാണ്. അപ്പോൾ ബാക്കിൽ കൂടെ ഡെവിളിന്റെ കവർ വന്നിട്ടുണ്ട്. ലോക്കി ഒരു കോണിൽ കൂടെ കയറി ചെല്ലുന്നു. ജിനു ഒരു സൈഡിൽ കൂടെ കവർ ചെയ്ത് വരുന്നു. ഓപ്പണിലൂടെ കയറി വരികയാണ്. ജിനുവിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ജിനുവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജിനു ഇൻസ്റ്റന്റ് ആയിട്ട് 23-8 എന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അവർ കോണിൽ നിന്ന് ഇലക്ട്രോ കയറി വരുന്നുണ്ട്. ഇലക്ട്രോ അവിടെ ഡീമനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വീക്കിന്റെ അവിടെ മനോഹരമായ കവർ. വീക്ക് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജിനു റൈറ്റ് സൈഡിൽ കൂടെ കയറി ചേരുന്നു. ലോക്കിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ലോക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലറിന്റെ കവറിൽ ജിനു അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അതേമാതിരി ഡീമൻ ഒരു കോണിൽ കൂടെ വീണ്ടും അവിടെ കയറി വരികയാണ്. ലോക്കി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് നീടൊക്കെ എറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇലക്ട്രോ അവിടെ കയറി വരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ കൂടെ 2 മെമ്പേഴ്സ്. വീക്ക് അവിടെ കയറി വരുന്നുണ്ട്. ഇലക്ട്രോ വീക്കിനെ അവിടെ ഡൗൺ ചെയ്തു. പുറകെ കൂടെ ഡീമനെ അവിടെ ഡൗൺ ചെയ്തു. ഇലക്ട്രോ ലോക്കി ഒരു കോണിൽ കൂടെ കയറി ചെല്ലുന്നു. വീക്ക് അവിടെ തൊട്ടപ്പുറത്ത് വരുന്നേ ഉള്ളൂ. ഇലക്ട്രോ അവിടെ ഒരു കോണിൽ കൂടെ ഹോൾഡ് ചെയ്തിരിക്കാൻ റൈറ്റ് സൈഡ് ഹോൾഡ് ചെയ്തിരിക്കാൻ ഡ്രാഗൺ അവിടെ സപ്പോർട്ടിന് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രാഗൺ റൈറ്റ് സൈഡിൽ കൂടെ നമ്മുടെ വീക്ക് വരുന്ന കണ്ടിട്ടുണ്ട്. വീക്കിനെതിരെ ഫയർ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. വീക്കിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ഡ്രാഗൺ അവിടെ വീക്കിനായിട്ടുള്ള ഫയറിംഗ്. വീക്കിനെ അവിടെ ഫിനിഷ് ചെയ്തു. ഡീമനെ അവിടെ ഫിനിഷ് ചെയ്തു. OP ഗൈസ് 17-29 മാറ്റുന്നത്. അപ്പോൾ 3 പേരെ അവിടെ ഡൗൺ ചെയ്തിരിക്കുന്നത്. ലോക്കി ഒരു കോണിൽ തന്നെ ഇരിക്കുകയാണ്. ലോക്കി ഒരു കോണിൽ കൂടെ നമ്മുടെ ഫയർ ജിനു ആൻഡ് ഇലക്ട്രോ തമ്മിലുള്ള ഫയർ. ലോക്കിനെ അവിടെ ഇലക്ട്രോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബാക്കി കൂടെ ജിനുവിന്റെ കവർ. ജിനുവിന്റെ മനോഹരമായ നേടിൽ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ജിനുവിന് അവിടെ കൗണ്ടർ ഫയർ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഡ്രാഗൺ അവിടെ ഒരു കോണിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഫയർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് ഡ്രാഗൺ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. റൈറ്റ് സൈഡിൽ കൂടെ മെമ്പർ വരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ നമ്മുടെ ഡീമൻ സ്പോട്ട് ഡ്രാഗനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ലോക്കി ഒരു സെന്റർ കൂടെ കയറുന്നത്. ജിനുവിന്റെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തു. ജിനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇലക്ട്രോ എത്തിയിട്ടുണ്ട്. ഇലക്ട്രോ അവിടെ ഡൗൺ. ഇലക്ട്രോ ആൻഡ് കില്ലർ തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ കില്ലർ അവിടെ വിജയിച്ചു. അപ്പോൾ കില്ലർ അവിടെ 14 കില്ല് തന്നെ എടുത്ത് മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കില്ലർ OP ഗായ്സ്. കില്ലറിന് ഒരു രക്ഷയില്ലാത്ത കളിയാണ് കില്ലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ
ജിനുവിനെ വീണ്ടും സ്പോട്ട് ചെയ്ത് കില്ലർ അവിടെ കില്ലറിന്റെ അടുത്ത് ഒരു നേട് എത്തിയിട്ടുണ്ട്. കില്ലർ നേടൊന്നും വക വെക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഫിനിഷ്. ഇലക്ട്രോ അവിടെ കടന്നടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോ 9 കില്ലെല്ലാം എടുത്ത് അവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നത്. ഡ്രാഗനെ നോക്കാം. ഡ്രാഗന്റെ അടുത്തേക്ക് കയറി ചെന്നോണ്ടിരിക്കാൻ ജിനുവിനെ അവിടെ സ്പോട്ട് ചെയ്ത് വീക്ക്. അങ്ങനെ 40-24 എന്ന കണക്കിൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. മനോഹരമായിട്ട് തന്നെ ഫിനിഷായി. 40-24 എന്നുള്ള കണക്കിൽ നമ്മുടെ കില്ലർ അവിടെ 15 കില്ലോട് കൂടി OP പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് നമ്മുടെ ടീം ആൽഫയ്ക്ക് വേണ്ടി. ഡീമൻ അവിടെ 9 കില്ലും, വിക്ക് അവിടെ 9 കില്ലും, ഡോക്കി അവിടെ 7 കില്ലും ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കില്ലർ OP ഗായ്സ്. അപ്പോൾ ഈ ഫൈറ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഫൈറ്റും റെഡി ആയിട്ടിരിക്കുക. ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും ആൽഫ ലൈനപ്പ് ആൻഡ് ഇംപീരിയൽ ലൈനപ്പ് തമ്മിലുള്ള ഫൈറ്റുമായിട്ട്. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൽഫ ലൈനപ്പ് വേഴ്സ് ഇംപീരിയൽ ലൈനപ്പ് തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താകും റിസൾട്ട്സ് എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേഡിയം മാച്ച് അവിടെ ആൽഫ ലൈനപ്പ് വിൻ ചെയ്തിരിക്കുകയാണ്. ആൽഫയുടെ OP പ്രകടനമായിരുന്നു, നമ്മുടെ കില്ലറിൻ്റെ OP പ്രകടനമായിരുന്നു ഫസ്റ്റ് ലൈനപ്പ് കണ്ട. കില്ലർ ഇപ്പോഴും ഗ്രോസുമായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. കില്ലർ ആൻഡ് ഗ്രോസ് OP ഗായ്സ്. അപ്പോൾ അടുത്ത മാച്ചിന് റെഡി ആയിട്ടിരിക്കുക. ഉടൻ തന്നെ അടുത്ത മാച്ച് ഉണ്ടാകും. Team match, let's go. നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കില്ലറൊക്കെ അവിടെ നീഡൊക്കെ എടുത്ത് സെറ്റിയായിട്ട് നിൽക്കണേ. അവിടെ ഓൾറെഡി ഒരു കില്ല് അവിടെ നമ്മുടെ മോട്ടൽ കേസ് ടീമിനെ ഫിനിഷ് ചെയ്തുകൊണ്ട് ഗോഡ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ.
ഗോഡ് ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്ന കില്ലറിനെയാണ് കണ്ടത്. കില്ലറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗോഡ്. 2v2 സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. 2v2 4 കില്ല് അവിടെ ടീം നമ്മുടെ ആൽഫ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഫിനിക്സിലെ ബാക്കി മെമ്പേഴ്സിനെ നോക്കാം. കട്ടയ്ക്ക് ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. നമ്മുടെ ടീമിന് അവിടെ നിൽക്കുന്നുള്ളൂ 3 മെമ്പേഴ്സിനെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഫിനിക്സ് ആൽഫയുടെ ബാക്കി ഒരു മെമ്പർ അവിടെ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീക്ക് നമ്മുടെ ലോക്കിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്ന് മാച്ചിൽ നിന്ന് എക്സിറ്റ് ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാരിയിട്ട് അവിടെ നല്ല കട്ട ഫയർ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡീമൻ ആൻഡ് വീക്ക് ഒരു കോണിക്കൂടെ കയറി കണ്ടിരിക്കുന്നത്. നമ്മുടെ ഡീമിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ഡീമിനെ അവിടെ സ്പോട്ട് ചെയ്ത് മാരിറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ. ഗോഡ് ഒരു കോണിക്കൂടെ വീക്കിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോഡ് അവിടെ വീക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വീക്കിനെ അവിടെ ഫയർ കൊടുക്കാൻ ജസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ അവിടെ കില്ലർ നിൽക്കുന്നുണ്ട്. കില്ലറുമായിട്ടുള്ള ഫൈറ്റ് ഗോഡിന്റെ കില്ലർ അവിടെ ഫിനിഷ് ചെയ്തു. 10 HP കില്ലർ നിൽക്കുന്നു. ഫൈറ്ററിന്റെ അടുത്തേക്ക് കില്ലർ കയറി നിൽക്കുന്നു. കില്ലറിന്റെ സ്പോട്ട് ചെയ്യുക. കില്ലർ ഒറ്റയ്ക്ക് അവിടെ ഫൈറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഫൈറ്റർ അവിടെ കില്ലറിനെ ഡൗൺ ചെയ്തു. അപ്പോൾ വീക്കിന്റെ അടുത്തേക്ക് നോക്കാം. വിറ്റ് റൈറ്റ് സൈഡിൽ ഫൈറ്റർ വീണ്ടും വിക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമൻ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഡീമൻ മോട്ടോർ ക്രേസിയുടെ അടുത്തേക്ക് കയറി വരുന്നത്. മോട്ടോർ ക്രേസി ആൻഡ് ഡീമൻ തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ ഒരു ഡോപ്പ് ഡൗൺ ഷോട്ടിലൂടെ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ മോട്ടോർ ക്രേസി അവിടെ രണ്ടുപേരും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വിക്ക് അവിടെ 6 കില്ലെടുത്ത് തന്നെ ഇപ്രാവശ്യം നിൽക്കുന്ന ആൽഫ ലൈനപ്പിൽ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ആണ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് ഫൈറ്റർ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈറ്ററിന്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഫൈറ്റർ ആൻഡ് ഗോഡ് തമ്മിലുള്ള ഫൈറ്റ്. വിക്ക് അവിടെ കയറി ചെന്നു. ഗോഡ് അവിടെ നിൽക്കുന്നു. ഗോഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. വിക്ക് അവിടെ മൾട്ടിപ്പിൾ കിൽസ് ഒറ്റ അടിക്കാൻ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ മോട്ടോർ ക്രേസി അവിടെ നിൽക്കുന്നുള്ളൂ. മോട്ടോർ ക്രേസിക്ക് അവിടെ കയറി തരുന്നുണ്ട്. കില്ലറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡീമിനെ അവിടെ ഫിനിഷ് ചെയ്യാനുള്ള സമയം റീലോഡ് ആയിട്ടുണ്ട്. റീലോഡിന് വേണ്ടി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫയറിംഗ് ബാക്കിൽ കൂടെ നല്ല ഫയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കില്ലറിനെ അവിടെ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു. വിക്ക് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിക്ക് എന്തായാലും മനോഹരമായിട്ട് തന്നെ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതൊക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോട്ടോർ കേസ് വീണ്ടും അവിടെ ചെന്ന് ഫൈറ്റർ അവിടെ നല്ല ഫൈറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫൈറ്റർ അവിടെ മനോഹരമായിട്ട് തന്നെ 5 കില്ല് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാൻറ്റം ഇമ്പീരിയൽ ലൈനപ്പിന് വേണ്ടി ഫൈറ്ററാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ 9 കില്ലെടുത്ത വീക്കാണ് അവിടെ 3v4 സിറ്റുവേഷനിലാണ് തൽക്കാലം നിൽക്കുന്നത്. അപ്പോൾ മോട്ടോർ കേസ് അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. ബാക്കിൽ നിന്ന് ഫൈറ്റർ വന്ന് അടിച്ചിട്ടുണ്ട്. നമ്മുടെ വീക്ക് അവിടെ ഫിനിഷ് ആവുന്നു. ഡീമിൻ അവിടെ കയറി ചെല്ലുന്നു. ഡീമിൻ അവിടെ മോട്ടോർ കേസിയുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. മോട്ടോർ കേസി 5 കില്ലെടുത്ത് മനോഹരമായ സപ്പോർട്ടാണ് കൊടുത്തത്. വിക്ക് അവിടെ കയറി വരുന്നുണ്ട്. കില്ലെടുക്കാനായിട്ട് വീക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. വിക്ക് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്പീരിയൽ ലൈനപ്പ് മോശമല്ലാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 17 എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുകയാണ് മെമ്പേഴ്സ് എല്ലാം കൂടെ. അപ്പോൾ കില്ലർ അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. കില്ലറിനെ സ്പോട്ട് ചെയ്യാനായിട്ട് ഫൈറ്റർ റെഡി ആയിട്ടിരിപ്പുണ്ട്. കില്ലർ അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരുന്നു. മാരിയട്ട് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. മാരിയട്ട് അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തു. കില്ലറുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നു. കില്ലറിനെ അവിടെ ഡൗൺ ചെയ്തു ഗോഡ്. അപ്പോൾ ഡീമിനെ എപ്പോഴും കയറി വെച്ചല്ലാണ് മോട്ടോർ ക്രേസിയുടെ അടുത്തേക്ക്. മോട്ടോർ ക്രേസിയുടെ അടുത്തേക്ക് നോക്കാം. മോട്ടോർ ക്രേസി 6 ഫൈറ്റർ 6 എന്ന് ഒരു തുല്യമായിട്ട് തന്നെ നിൽക്കുന്നു. ഡീമിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മോട്ടോർ ക്രേസി ഡീമിൻ അവിടെ കട്ട ഫയറിംഗ് ആണ്. അപ്പോൾ ഡീമിൻ അവിടെ തിരിച്ച് ഫയർ കൊടുത്തു. പക്ഷേ ഡീമിൻ്റെ ഫയറിൽ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. എന്തായാലും ഡീമിനെ അവിടെ മോട്ടോർ ക്രേസിനെ ഫിനിഷ് ചെയ്തപ്പോൾ ഡീമിനെ അവിടെ മാരിയട്ട് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാരിയട്ട് ഒരു കോണിക്കൂടെ കില്ലറിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കില്ലർ ആൻഡ് വീക്കിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ റീലോഡ് ആയിട്ടുണ്ട്. കില്ലർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. വീക്ക് അവിടെ കയറി ചെല്ലും. 10 കിലോട് കൂടി വീക്ക് അവിടെ ഒപ്പി പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വീക്ക് പതുക്കെ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ ഫൈറ്ററിനെയും ബോസിനെ നമുക്ക് ഫോർട്ടിനെയും ഗോഡിനെ അവിടെ നടക്കുക കാണുന്നുണ്ട്. വീക്കിനെ അവിടെ ഗോഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കില്ലർ ഒരു കോണിക്കൂടെ 6 കില്ലെടുത്ത് സപ്പോർട്ട് നല്ലോണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീക്ക് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ കില്ലറിന് അവിടെ ബാക്കി കൂടെ നല്ല ഫൈറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 26-23 എന്ന നിലയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇമ്പീരിയൽ ടീമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇമ്പീരിയൽ ടീമിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്ന ഫൈറ്റർ അവിടെ കില്ലറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. മോട്ടോർ ക്രേസി ഒരു കോണിക്കൂടെ കയറി ചെല്ലുന്നതാണ്. ഫൈറ്റർ അവിടെ 8 കില്ല് എടുത്തിരിക്കുന്നു. ഡീമിനെ അവിടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. മോട്ടോർ ക്രേസിയും ഡീമിനും തമ്മിൽ ഒരു നല്ലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കില്ലറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ദൂരെ നിന്ന് ഫയർ കൊടുക്കുന്നു. കില്ലർ അവിടെ നല്ല സ്ലൈഡിംഗ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. വീക്ക് അവിടെ നിന്ന് നേടൊക്കെ എടുത്തെറിയാൻ ശ്രമിക്കുന്നു. ഫൈറ്റർ ആൻഡ് കില്ലർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഫൈറ്റർ ആൻഡ് കില്ലർ തമ്മിലുള്ള ഫൈറ്റിൽ ഫൈറ്റർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ഗോഡ് അവിടെ നല്ല സപ്പോർട്ടാണ്. വീക്ക് അവിടെ കയറിയിട്ടുണ്ട്. നേട് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേട് എന്താകുന്ന തരത്തില്ല. ഗോഡിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീക്ക് ഫൈറ്റർ അവിടെ 10 കില്ല് എടുത്ത് നിൽക്കുമ്പോൾ വീക്ക് അവിടെ 12 കില്ലാണ് നിൽക്കുന്നത്. ഫൈറ്റർ ആൻഡ് കില്ലർ OP പ്ലേയേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് നോക്കുന്നത്. അപ്പോൾ വീക്കിന്റെ മനോഹരമായ ഫയറിൽ ഫൈറ്റർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫൈറ്ററിന്റെ റീലോഡ് ആയിപ്പോയി. കില്ലർ ഒരു കോണിക്കൂടെ കയറി ചെല്ലുന്നു. വീക്ക് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. വിക്കർ അവിടെ ഗോഡിന്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കും. ഡീമിനെ അവിടെ മാരിയറ്റിനെ ഡൗൺ ചെയ്തു. ഫൈറ്ററിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ഫൈറ്ററിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നു. വിക്ക് അവിടെ ഫൈറ്ററിനെ ഡൗൺ ചെയ്തു. ഗോഡിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. അടുത്ത ഡീമിനെ അവിടെ മോട്ടോർ ക്ലേസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. OP എന്തായാലും മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നത് നമ്മുടെ ഫിനിക്സ്. ഗോഡിനെ നോക്കാം. ഗോഡ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഗോഡിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിനിക്സ് ഡീമിനെ അവിടെ മോട്ടോർ ക്ലേസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ കേസി 10 കില്ല്, ഫൈറ്റർ 11 കില്ല്. രണ്ടുപേരും മത്സരമാണ്. കില്ലിന് വേണ്ടിയുള്ള മത്സരമാണെന്ന് തോന്നുന്നു. 34-31 നിലയിൽ നിൽക്കുകയാണ്. അപ്പം രണ്ടും കട്ട ടീമുകൾ തമ്മിൽ. അപ്പോൾ ചെറിയൊരു ഡിസഡ്വാൻറ്റേജസ് ആൽഫ ടീമിനുണ്ടായിരുന്നു. ആൽഫ ടീമിൽ 3 മെമ്പേഴ്സിനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഫൈറ്റർ ആൻഡ് ഡീമൻ അവിടെ നിൽക്കുന്നുള്ളൂ. ഡീമൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഡീമനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. മോട്ടോർ കേസിനെ സ്പോട്ട് ചെയ്ത് ഡീമൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബാക്ക് വലിഞ്ഞ് നിൽക്കുകയാണ് മെമ്പേഴ്സ് എല്ലാം. ഫൈറ്റർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫൈറ്റർ അവിടെ ഹോൾഡ് ചെയ്ത് പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീമനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീമൻ്റെ എതിരെ അവിടെ ഫയറിംഗ് ആണ്. ഡീമന് നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡീമൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും കില്ലർ അവിടെ കയറി വരുന്നു. അതേസമയത്ത് 37-32 എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്കാണ്. ഗോഡിനെ അവിടെ വിക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റർ അവിടെ കയറി വരുന്നു. ഫിലിക്സ് എലൈറ്റ് റൂമിൽ ആരാ ബ്രോ ഫസ്റ്റ് വീക്ക് ജയിച്ചത്? ഫിലിക്സ് എലൈറ്റ് റൂമിൽ ഫസ്റ്റ് വീക്ക് ജയിച്ച ഇൻസെക്ട് സ്പോർട്സ് ആണ്. ഇൻസെക്ട് സ്പോർട്സ് 167 പോയിന്റോട് കൂടി ഇൻസെക്ട് സ്പോർട്സ് ജയിച്ചത്.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഇംപീരിയൽ ലൈനപ്പ് ഫിനിക്സ് ആൽഫ ലൈനപ്പിനെ അവിടെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫിനിക്സ് ഫൈറ്റർ 13 കില്ലോട് കൂടി, മോട്ടോർ ക്രേസി 11 കില്ലോട് കൂടി, മാരിയറ്റ് 9 കില്ല്, ഫിനിക്സ് കോഡ് 7 കില്ലോട് കൂടി മനോഹരമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ച്. അപ്പോൾ OP ഗായ്സ് നമ്മുടെ വീക്ക് അവിടെ 18 കില്ലൊക്കെ എടുത്തിരുന്നായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ ലോക്കിനെ അവർക്ക് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ ഗായ്സ് നമുക്ക് വീണ്ടും കാണാം അടുത്ത മാച്ചുമായിട്ട്. ഇപ്പോൾ വരാം.
അപ്പോൾ നമ്മുടെ അടുത്തത് മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ആൽഫ ലൈനപ്പ് വേഴ്സ് ഫാൻറ്റം ലൈനപ്പ് തമ്മിലുള്ള മാച്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൽഫ ലൈനപ്പ് ഒരു മാച്ച് ജയിച്ചിരുന്നു, കഴിഞ്ഞ മാച്ച് തോറ്റു. അതിനുശേഷം നമ്മുടെ ഇമ്പീരിയൽ ലൈനപ്പ് ഒരു മാച്ച് ജയിച്ചു. ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നല്ലൊരു ചാലഞ്ച് നിൽക്കുകയാണ്. നമ്മുടെ മാച്ച് സ്റ്റാർട്ടായി. ഇപ്പോൾ നമ്മുടെ ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. നോക്കാണ് നമ്മുടെ എബനേസർ, ജോമോൻ, ഷാഡോ എന്നിവരുടെ പ്ലേ നമുക്ക് നോക്കേണ്ടതാണ്. അപ്പം എല്ലാവരും മനോഹരമായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. കില്ലർ അവിടെ ഓടിച്ചെല്ലുന്നുണ്ട്. കില്ലർ ആദ്യം തന്നെ അവിടെ ഫയർ ഡീമിനെ അവിടെ ആദ്യം തന്നെ ജോമോനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജോമോൻ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ന്യൂബ് വൈറ്റ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ന്യൂബ് അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ നമ്മുടെ മാക്കാനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മാക്കാൻ ആൻഡ് ന്യൂബ് തമ്മിലുള്ള ഫയർ. മാക്കാൻ അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കാർ 98 വെച്ചുള്ള സ്പ്രേ ഒക്കെ കൊടുക്കാൻ. ഷാഡോ അവിടെ കയറി വരുന്നുണ്ട്. ഷാഡോ ആൻഡ് ന്യൂബ് വൈറ്റ്. ജോമോൻ അവിടെ കയറി വരുന്നു. ജോമോനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൂടെ എന്തായാലും ഷാഡോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷാഡോ അവിടെ മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എബനൈസറിനെ അവിടെ ഫിനിഷ് ചെയ്തു. ജോമൻ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ജോമൻ അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കില്ലർ ഡീമൻ വീക്ക് ഒരു കോണിൽ നിൽപ്പുണ്ട്. എല്ലാവരും ഒരു കോണിൽ കൂടെയാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. ജോമോനെ വീണ്ടും അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. 5-3 നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഷാഡോനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഷാഡോ അവിടെ തിരിച്ച് ഫയർ കൊടുക്കുന്നുണ്ട്. എബനൈസർ അവിടെ മേലെ കൂടെ കയറി ഫയർ കൊടുക്കുന്നുണ്ട്. എബനൈസർ അവിടെ മാക്സിമം ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ബാക്കിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് അവിടെ അടി വരുന്നുണ്ട്. ന്യൂബ് വൈറ്റ് അവിടെ ഓൾറെഡി 3 കില്ല് എടുത്തിട്ടുണ്ട്. ന്യൂബ് അവിടെ കയറി ചെല്ലുന്നുണ്ട് റൈറ്റ് സൈഡിൽ കൂടെ. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ നിൽക്കുമ്പോൾ സെൻറ്ററിൽ കൂടെ ഷാഡോ ആൻഡ് എബനൈസർ അത് വഴി കയറി വരുന്നു. നമ്മുടെ ജോമനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജോമനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ജോമൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. എബനൈസർ അവിടെ ദൂരെ നിന്ന് മനോഹരമായിട്ട് ഫയർ. മാക്കാൻ അവിടെ ഡൗൺ ചെയ്തു. ഇതെന്താ മാറാത്തെ? മാക്കാൻ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തൊട്ടപ്പുറത്ത് റീബോൺ അവിടെ കയറി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീക്ക് അവിടെ കയറി വരുന്നുണ്ട്. ഡീമിനെ അവിടെ ഷാഡോനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എബനൈസറിനെ അവിടെ കില്ലർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജോമൻ അവിടെ കില്ലറിനെ ഫിനിഷ് ചെയ്തപ്പോൾ അപ്പോൾ കില്ലർ എക്സ് ആൻഡ് ന്യൂബ് വൈറ്റ് അവിടെ കയറി വരുന്നുണ്ട്. ന്യൂബ് വൈറ്റ് അവിടെ ഒരു മെമ്പറിനെ ഫിനിഷ് ചെയ്തു. ന്യൂബ് വൈറ്റിനെ അവിടെ ഒരു മെമ്പർ ഫിനിഷ് ചെയ്തു. എബനൈസർ അവിടെ കയറി ചെല്ലുന്ന വീക്കിൻ്റെ അടുത്തേക്ക് അവർ റീലോഡ് ആയി പോയായിരുന്നു. ഇപ്പോൾ എബനൈസർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എബനൈസറിൻ്റെ അടുത്തേക്ക് ആൾക്കാർ കയറി വരുന്നുണ്ട്. വീക്കൊക്കെ അവിടെ കയറി നിന്നടിക്കുകയാണ്. ഫുൾ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂബ് വൈറ്റ് അവിടെ കയറി ഷാഡോയ്ക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിക്കും. എബനൈസർ തിരിച്ച് അവിടെ കില്ലറിന് നല്ല ഡാമേജ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. കില്ലർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കില്ലറിനായിട്ട് ജോമോൻ ആൻഡ് അവിടെ കയറി. ജോമോൻ ആൻഡ് ന്യൂബ് വൈറ്റ് തമ്മിലുള്ള മത്സരം അവിടെ നിൽക്കുന്നത്. ന്യൂബ് വൈറ്റ് അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ഷാഡോ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു. ഷാഡോ ഒരു കോണി കൂടെ കയറി ചെല്ലാൻ ശ്രമിക്കുന്നു. ന്യൂബ് വൈറ്റ് റൈറ്റ് കൂടെ കയറി വരുന്നുണ്ട്. എബനൈസർ അവിടെ കയറി മനോഹരമായിട്ട് തന്നെ പൊരുതി. എബനൈസർ അവിടെ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു. വീക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. വീക്ക് അവിടെ പക്ഷേ നല്ല ഡാമേജ് ആണ് കൊടുത്തത്. അതോടൊപ്പം തന്നെ ന്യൂബ് വൈറ്റ് ഒരു കോണി 6 കില്ലെടുത്ത് അവിടെ മുന്നിൽ നിൽക്കുന്നു. എബനൈസർ 5 കിലോ എടുത്തത് 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫിനിക്സ് ഡീമിനെ അവിടെ ജോമനെ ഡൗൺ ചെയ്തു. ന്യൂബ് വൈറ്റ് ആൻഡ് കില്ലർ ഡീമനെ നോക്കാൻ ഡീമിനെ അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് സെൻറ്ററിലൂടെ. നമ്മുടെ ജോമനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജോമൻ ഓപ്പണിംഗ് കൂടെ ഓടി വരുന്നുണ്ട്. ജോമൻ മാക്കാൻ എന്നിവരവിടെ ഓപ്പണിലൂടെ ഓടി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ന്യൂബ് വൈറ്റ് ഒരു കോണി കൂടെ കയറി വരുമ്പോൾ നമ്മുടെ കില്ലർ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ജോമനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. എബനൈസർ അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്ത് കില്ലറിനെ ഡൗൺ ചെയ്തപ്പോൾ നമ്മുടെ എബനൈസർ ഇപ്പോഴും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ന്യൂബ് വൈറ്റ് 8 കില്ല് എടുത്തിട്ടുണ്ട്. എബനൈസർ 6 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലക്സ് എത്തിയിട്ടുണ്ട് നമ്മുടെ ചാറ്റിൽ. ഗൈസ് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 20-16 എന്ന നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ കട്ടയ്ക്ക് തന്നെയാണ് മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷാഡോ ആണ് ന്യൂബ് വൈറ്റ് തമ്മിലുള്ള ഫയർ. ഷാഡോ അവിടെ ന്യൂബിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കില്ലറിനെ അവിടെ ജോമോൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ന്യൂബ് വൈറ്റ് ആൻഡ് കില്ലർ രണ്ടുപേരും റൈറ്റ് സൈഡിൽ കൂടെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ വീക്ക് ആൻഡ് ഡീമൻ ഒരു കോണി കൂടെ ഒരു കണ്ണിൽ അരത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കില്ലറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എബനൈസറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എബനൈസറിന്റെ ഡ്രോപ്പ് ഡൗൺ ഷോട്ടൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ജോമോൻ പക്ഷേ ബാക്കിൽ കൂടെ നല്ലൊരു കവറാണ് കൊടുത്തത്. ഷാഡോ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂബ് വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ന്യൂബ് അവിടെ ഓപ്പണിംഗ് കൂടെ കയറി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ന്യൂബ് അവിടെ കയറി വരുന്നുണ്ട്. ന്യൂബിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ന്യൂബിന്റെ മൂവ്മെന്റിന് മുന്നിൽ ഷാഡോയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ന്യൂബിന്റെ മനോഹരമായ കൊണ്ട് കില്ലറിനെ ആൻഡ് ന്യൂബിനെ അവിടെ ഡൗൺ ചെയ്തുകൊണ്ട് നമ്മുടെ മാക്കാൻ കയറി എത്തിയിട്ടുണ്ട്. മാക്കാൻ OP ഗൈസ്. അപ്പോൾ 24-26 നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ ഫാൻറ്റം ലൈനപ്പ്. അപ്പോൾ മാക്കാൻ അവിടെ സ്പോട്ട് ചെയ്ത് വീക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോമോൻ അവിടെ മനോഹരമായിട്ട് തന്നെ 26-26 ടൈ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ. എന്തായാലും കില്ലർ അവിടെ നിൽക്കുകയാണ്. 26-26 എന്ന നിലയിലേക്ക് തിരിച്ചെത്താൻ ഫാൻറ്റം ലൈനപ്പിന് കാണിച്ചു. നമ്മുടെ ബൂട്ട് ക്യാമ്പ് ചാലഞ്ച് വിൻ ചെയ്ത ഫാൻറ്റം ലൈനപ്പിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷാഡോ അവിടെ സ്പോട്ട് ചെയ്ത് വീക്ക് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വീക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് എബനൈസർ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ന്യൂബ് വൈറ്റ് അവിടെ 10 കില്ല് എടുത്തിരിക്കുന്നു. ഡയമൻ അവിടെ 9 കില്ല് എടുത്തിരിക്കുന്നു. ന്യൂബിന്റെ എനിക്കൊന്ന് നെറ്റ് പോയെന്ന് തോന്നുന്നു. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. വീക്ക് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ജോമനെ അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ജോമനെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ജോമനെ സ്പോട്ട് ചെയ്ത് ഡീമൻ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മാക്കാൻ ബാക്കി കൂടെ നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എബനൈസർ അവിടെ 8 കില്ല് എടുത്തിരിക്കുന്നു. ഷാഡോ അവിടെ 8 കില്ല് എടുത്തിരിക്കുന്നു. എബനൈസർ അവിടെ 8 കില്ല് എടുത്ത് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഷാഡോയുടെ അടുത്തേക്ക് കയറിച്ചില്ല. ഷാഡോ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ജോമൻ ഒരു കോണി കൂടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എബനൈസർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കില്ലറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലറിന്റെ അടുത്തേക്ക് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഡോ അവിടെ ഡ്രോപ്പ് ഡൗൺ ഷോട്ടൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിൽക്കുകയാണ്. ന്യൂബ് വൈറ്റ് ഇപ്പോഴും അകത്ത് നിൽക്കുന്നേ ഉള്ളൂ. നെറ്റ് പോയതിന് ശേഷം എന്താണ് നെറ്റ് വരികയും പോവുകയും ചെയ്യുകയെന്ന് തോന്നുന്നു ആശാന്റെ. അപ്പോൾ അതോടൊപ്പം തന്നെ എബനൈസറിന്റെ അടുത്തേക്ക് കയറി തരാൻ വീക്കിന്റെ ശ്രമം നടന്നില്ല. ഡീമിന് അവിടെ 11 കിലോട് കൂടി നിൽക്കുന്നു. വീക്ക് അവിടെ 5 കിലോട് നിൽക്കുന്നത്. എന്തായാലും കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ ജോമന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ജോമനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജോമൻ എന്തായാലും ഡൗൺ ആവുന്നില്ല. കില്ലർ ഒരു കോണി കൂടെ കയറി ചെല്ലുന്നുണ്ട്. ജോമന്റെ അടുത്ത് തന്നെ ജോമനെ അവിടെ വീക്ക് സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഇൻസ്റ്റന്റ് ആയിട്ട് എബനൈസർ അവിടെ കയറി വരുന്നുണ്ട്. എബനൈസറിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. കില്ലർ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. കില്ലർ അവിടെ എബനൈസറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ബാക്കി കൂടെ നല്ല കട്ട ഫയറിംഗ് വരുന്നുണ്ട്. ഷാഡോയുടെ അവിടെ മനോഹരമായ കവർ വരുന്നുണ്ട്.
ഷാരോനെ അവിടെ ഫിനിഷ് ചെയ്തു. മാക്കാൻ അവിടെ നല്ല കവർ കൊടുത്തിട്ടുണ്ട്. ഡീമിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡീമൻ ഇപ്പോൾ അവിടെ വിളിക്കുന്നത് ഡീമിനെതിരെ അവിടെ ഫയർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡീമിന് അവിടെ ഡാമേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ന്യൂവായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ന്യൂവ് അവിടെ തിരിച്ചെത്തി വീണ്ടും അവിടെ ഫയർ ചെയ്യുന്നു. 35-33 എന്ന നിലയിലേക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആൽഫ ലൈനപ്പിന് നല്ല മനോഹരമായുള്ള കട്ടയ്ക്കുള്ള പോരാട്ടമാണ് നമ്മുടെ ഫാൻഡം ലൈനപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൽഫ ലൈനപ്പിൻ്റെ തൊട്ടടുത്ത് 38-33 നിലയിൽ നിന്ന് മുന്നോട്ട് കരകയറുമെന്ന് അറിയത്തില്ല. തൊട്ടടുത്ത് വീക്കൊക്കെ അവിടെ മനോഹരമായ ന്യൂവായിട്ട് അവിടുത്തെ ഷാഡോനെ ഡൗൺ ചെയ്തു. മാക്കാൻ അവിടെ ന്യൂവിനെ ഡൗൺ ചെയ്തു. അവസാനം നമ്മുടെ ലാസ്റ്റ് ഫ്ലോയോട് കൂടി നമ്മുടെ ആൽഫ ലൈനപ്പ് കൊണ്ടുപോയിരിക്കുകയാണ്. 40-34 എന്ന നിലയിൽ ആൽഫ ലൈനപ്പ് മാച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. മനോഹരമായ ഒരു പോരാട്ടമായിരുന്നു അവിടെ നടന്നത്. അടുത്ത മാച്ച് ഉടൻ തന്നെ ഉണ്ടാകുന്നെന്ന് പറയും. ആൽഫ വേഴ്സസ് ഹൈഡ്ര ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പം സ്റ്റേറ്റ് ഉണ്ടായി ഇപ്പോൾ ഉടൻ തന്നെ തിരിച്ചെത്താം. നമുക്ക് അതുവരെ ജസ്റ്റ് ഹോൾഡ് ഓൺ.
Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. Can make me. So alive, make it last forever. Stop in time, yeah, I'm surrendering. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. Can make me move. You can make me. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ മാച്ചിലെത്തിയിട്ടുണ്ട്. 9 സെക്കൻഡ്സ് പോകാൻ വേണ്ടി. അപ്പം ന്യൂ കില്ലർ വീക്ക് എന്നിവരവിടെ സെറ്റാണ്. അപ്പുറത്ത് 4 മെമ്പേഴ്സ്. എൻ്റെ ദൈവമേ, എന്നെ തെറി പറയുമെന്ന് തോന്നുന്നു. ആൽഫ ടീം. ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ട്. കില്ലർ വീക്ക്, ഡീമൻ ആൻഡ് ന്യൂ ബൈറ്റി എല്ലാവരും ഉണ്ട്. 4v4 തന്നെയാണ് തൽക്കാലം സിറ്റുവേഷൻ. ഇപ്പോൾ 47 ഓക്സിയൊക്കെ അവിടെ എത്തുന്നുണ്ട്. ന്യൂ ബൈറ്റി അവിടെ 47 ഓക്സിയുടെ അടുത്തേക്ക് 47 അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു 47, പക്ഷേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ എത്തുന്നുണ്ട്. ഫാൽക്കൺ അവിടെ നിൽപ്പുണ്ട്. 2 മെമ്പേഴ്സിന് അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ന്യൂവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ബ്ലാക്ക് ഏഞ്ചലിൻ്റെ അടുത്തേക്ക് കയറിച്ചുകൊണ്ട് ബ്ലാക്ക് ഏഞ്ചൽ ആൻഡ് ന്യൂവ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നു. ബ്ലാക്ക് ഏഞ്ചലിനെ ന്യൂവ് അവിടെ ഫിനിഷ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ നോക്സിയോ വീണ്ടും അവിടെ ഡൗൺ ആയിട്ടുണ്ട്. 5-0 എന്ന നിലയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഹൈഡ്ര ലൈനപ്പിൻ്റെ അടുത്ത് മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്ര ലൈനിലെ ഗോഡ്സായി ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ എന്താണെന്ന് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ 47 നോക്സ് അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തായിരുന്നു. നോക്സ് ബ്ലാക്ക് ഏഞ്ചൽ അവിടെ നിന്ന് കട്ട ഫയറിംഗ് ആണ്. എക്സ് ഏഞ്ചലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂബ് ഒരു കോണിക്കൂടെ അടിച്ചു വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂബ് ഓൾറെഡി 3 കില്ലേ കാണുന്നുള്ളൂ ന്യൂബിൻ്റെ പേര്. പക്ഷേ 3 കില്ല് ഡീമന് 3 കില്ല് കില്ലറുമാണ് എടുത്തേക്കുന്നത്. കില്ലർ അവിടെ 47 നോക്സിനെ ഡൗൺ ചെയ്ത് എയറിൽ തന്നെ ഇട്ട് പണി കൊടുത്തിട്ടുണ്ട്. ന്യൂബ് ആയിട്ട് മനോഹരമായിട്ട് തന്നെ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ എത്തുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഫാൽക്കൺ OP അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പതുക്കെ കില്ലർ നീഡും കാര്യങ്ങളൊക്കെ ഇട്ട് 47 നോക്സ് അവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കും. ഗോഡ്സായി അവിടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീമിൻ്റെ അടുത്ത് ഡീമൻ അവിടെ ഹോൾഡ് ചെയ്യുന്നിരുന്നു. വളരെ ഓപ്പണിൽ കൂടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീമനായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഡീമൻ അവിടെ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ച് വിക്ക് അവിടെ നല്ല സപ്പോർട്ടോടുകൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് ഏഞ്ചലിനെ അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ ന്യൂവിൻ്റെ കില്ലറിൻ്റെ കൂടെ കില്ലർ അവിടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. നോക്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കില്ലറിനെ. നോക്സ് ഡൗൺ ചെയ്ത ബ്ലാക്ക് ഏഞ്ചൽ ആൻഡ് ന്യൂബ് തമ്മിലുള്ള ഫൈറ്റ് ഡീമൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീമൻ അവിടെ 7 കില്ലോട് കൂടി നിൽക്കുന്നുണ്ട്. ന്യൂബ് അവിടെ 7 കില്ലോട് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ കയറി ചെല്ലുന്ന ഹൈഡ്ര ടീം മെമ്പേഴ്സിൻ്റെ അവിടെ 8 പോയിന്റുമായിട്ട് നിൽക്കുന്നു. 20 പോയിന്റുമായിട്ട് നമ്മുടെ ആൽഫ ടീം മെമ്പേഴ്സ് നിൽക്കുന്നു. 47 നോക്സ് അവിടെ മനോഹരമായിട്ട് തന്നെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഫാൽക്കൺ അവിടെ 4 കില്ലോട് കൂടി നിൽക്കുകയാണ്. ബ്ലാക്ക് ഏഞ്ചൽ നമ്മുടെ കില്ലറിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കില്ലർ ഓപ്പണിൽ കൂടെ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കില്ലറിനെ സിസ്റ്റൻ്റായിട്ട് സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലർ ഒരു കോണിക്കൂടെ ഗോഡ്സായി ആൻഡ് നമ്മുടെ വീക്ക് തമ്മിലുള്ള മത്സരം. ഗോഡ്സായി വീക്കിനെ അവിടെ ഡൗൺ ചെയ്തു. ഡീമൻ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരുന്നു. ഹെൽത്ത് ഡോ ആണ് ഡീമൻ്റെ. അപ്പോൾ കയറി ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡീമനെ അവിടെ ഫയർ കൊടുക്കാൻ നമ്മുടെ ഗോഡ്സായിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഏഞ്ചൽ ഒരു കോണിക്കൂടെ കയറി ചെല്ലുന്നുണ്ട്. ന്യൂ വൈറ്റ് കാർഡ് അടുത്തേക്ക് 47 നോക്സിയോ അവിടെ കയറി വരുന്നുണ്ട്. 47 നോക്സിയോനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കില്ലറിനെ അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് ഏഞ്ചൽ അവിടെ നിൽക്കുന്ന ഡീമന് അവിടെ ഒരു കോണിക്കൂടെ ബ്ലാക്ക് ഏഞ്ചലിനെയും പൊരുതുന്നുണ്ട്. അപ്പോൾ ഫാൽക്കൺ OP എല്ലാവർക്കും അവിടെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.
ഡീമിന് അവിടെ ഗോഡ് സൈഡ് നല്ല ഡാമേജ്, ഗോഡ് സൈഡിനെ അവിടെ ഡൗൺ ചെയ്തുകൊണ്ട് ഡീമിനും. അപ്പോൾ കില്ലർ ഒരു കോണിക്കൂടെ ഡൗൺ ആയിട്ടുണ്ട്, വിക്ക് ഒരു കോണിക്കൂടെ കയറി ചെല്ലുന്നുണ്ട്. വിക്കിന് ആകെ ഒരു കില്ല് കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. ബ്ലാക്ക് ഏഞ്ചിലെ ഫാൽക്കൺ ഓപ്പിനെ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാൽക്കൺ ഓപ്പിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിക്സിലെ വീക്ക് അപ്പർ തൊട്ടടുത്ത് 47 നോക്സി അവിടെ ദൂരെ നിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. നോക്സി അവിടെ കയറി ചെല്ലുന്നുണ്ട്. കില്ലറുമായിട്ടുള്ള ഫൈറ്റ് കില്ലർ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കില്ലർ 7 കില്ല് എടുത്തിട്ടുണ്ട്. ഡീമിൻ അവിടെ 14 കിടത്തിലെടുത്ത് ഡീമിൻ ഒപ്പി ഗാസ് ഡീമിൻ മനോഹരമായിട്ട് തന്നെ വരുത്തിക്കൊണ്ടിരിക്കുന്നു. 47 നോക്സി അവിടെ കയറി വരുന്നുണ്ട്. നോക്സിയുടെ ഫൈറ്റ് നോക്കാം. നോക്സിയുടെ അടുത്തേക്ക് നോക്സിനെ അവിടെ ഡാമേജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡീമൻ എന്തായാലും ബ്ലാക്ക് ഏഞ്ചിൽ ഒറ്റയ്ക്ക് അവിടെ കയറി വരുന്നുണ്ട്. ഒരു കോണി കൂടെ തന്നെ നമ്മുടെ കില്ലർ ആൻഡ് നൂബായിട്ട് അവിടെ കയറുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ ഡീമനും ലെഫ്റ്റ് സൈഡിൽ കൂടെ നൂബും ചേർന്ന് പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീമൻ അവിടെ മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 കില്ല് ഓൾറെഡി എടുത്ത് കഴിഞ്ഞ് ഡീമൻ്റെ അടുത്തേക്ക് ബാക്കി മെമ്പേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോഡ് സൈനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ഫാൽക്കൺ അവിടെ നല്ല ഡാമേജ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചലിനെ എല്ലാം ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40-16 എന്ന നിലയ്ക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ഗോഡ് സായി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സിലെ നമ്മുടെ ഹൈഡ്ര ലൈനപ്പിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് അടുത്ത ഫൈറ്റുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. പോരാം.
നമ്മുടെ ബ്ലൂ വേഴ്സ് ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ മാച്ച് അവിടെ മനോഹരം തന്നെ മുന്നോട്ട് പോകുന്ന ഉടൻ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് സൗണ്ടൊക്കെ ഒന്ന് കുറച്ചിട്ടേക്കാം. കട്ട ഫൈറ്റിംഗ് നടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബ്ലൂ ലൈനപ്പ് വേഴ്സ് ഇമ്പീരിയലാണ് നടക്കാൻ പോകുന്നത്. ഇമ്പീരിയൽ ലൈനപ്പിൻ്റെ പിള്ളേരെല്ലാം സെറ്റാണ്. അപ്പോൾ ന്യൂ ഗെയിമിംഗ് അവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ലക്ക് പറയുന്നുണ്ട്. നമ്മുടെ മാരിയറ്റ് അവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഗോഡ് അവിടെ സെറ്റായിട്ട് നിൽക്കുക. ഫൈറ്റർ ലാൻഡ് മോട്ടോർ കേസി അവിടെ സെറ്റായിട്ട് നിൽക്കുന്നത്. എനിക്ക് മാത്രം ലോഡായിട്ടില്ല. 140 എംബസോട് കൂടി കാണുന്നുണ്ട് എനിക്ക്. എന്താണ് സംഭവം? 120. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാരിയറ്റൊക്കെ അവിടെ ഊട്ടി എത്തിയിട്ടുണ്ട്. അപ്പം നീഡുകളും കാര്യങ്ങളും ചെറുത അടിച്ച് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. 1000 തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നതെന്ന് നോക്കാം. പഴശ്ശി അവിടെ കയറി വരുന്നുണ്ട്. പഴശ്ശി ആൻഡ് മാരിയറ്റ് തമ്മിലുള്ള ഫയർ നടക്കാൻ ചാൻസ് ഉണ്ട്. പഴശ്ശിക്ക് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. പഴശ്ശി അവിടെ ഫയർ കൊടുത്ത് പഴശ്ശിനെ അവിടെ മാരിയറ്റ് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-1 എന്നുള്ള രീതിയിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ ജിനു അവിടെ സ്ലൈഡിങ് ചെയ്ത് കയറി ചെല്ലുന്നുണ്ടായിരുന്നു. ഗോഡ് അവിടെ ഇലക്ട്രോണിക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. 2 പോയിന്റ് എടുത്തിട്ടുണ്ട് ബ്ലൂ ടീം, 3 പോയിന്റ് എടുത്തിട്ടുണ്ട് ബ്ലൂ ടീം. ഡെവിളിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആം ഇലക്ട്രോയുടെ അടുത്തേക്ക് കയറി വരുന്നുണ്ട്. ആം ഇലക്ട്രോനെ ഗോഡ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. 4-3 എന്നുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ഇമ്പീരിയൽ ടീം. ഇമ്പീരിയൽ ടീം അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. മോട്ടോർ കേസി അവിടെ കട്ട ഫയറിംഗ് പഴശ്ശിയുടെ പുറകെ നിന്ന് പിടിച്ചിട്ടുണ്ട്. പഴശ്ശിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മാരിയറ്റ് അവിടെ കയറി നിൽക്കുന്നു. നമ്മുടെ ജിനുവിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ജിനു അവിടെ കയറി വരുന്നുണ്ട് ഓപ്പണിലൂടെ. അപ്പോൾ ജിനു അവിടെ മാരിയറ്റിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നു. മാരിയറ്റിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ കേസി അവിടെ തൊട്ടടുത്തുണ്ട്. ബാക്കിൽ കൂടെ അവിടെ ഫയർ കൊടുത്ത് ഫൈറ്റർ അവിടെ ഡൗൺ ചെയ്തു. ഫൈറ്റർ ഒപ്പി ഗൈസ്. ഫൈറ്റർ പതുക്കെ കയറി ചെന്നോണ്ടിരിക്കുകയാണ്. അവിടെ ജിനു അവിടെ 3 കിലോ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഡെബിളിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആം ഇലക്ട്രോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ പഴശ്ശിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. മോട്ടോർ കേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. 7-6 എന്ന നിലയിലേക്ക് മാറ്റുന്നു. 9-6 എന്ന നിലയിലേക്ക് എത്തി. 9-7 എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ജോമോൻ സർ മാരിയറ്റ് ബിഗ് ഫാൻ. അപ്പോൾ ജോമോൻ അല്ല ബ്രോ, ജോമോൻ അടുത്ത കളിയിലാണുള്ളത്. ഫിനിക്സ് ഗോഡിനെ അവിടെ പഴശ്ശി ഡൗൺ ചെയ്തപ്പോൾ മാരിയറ്റ് അവിടെ ഡെബിളിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പഴശ്ശി അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഗോഡ് ഒരു കോണിക്കൂടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. പഴശ്ശി അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കോണിക്കൂടെ ഇലക്ട്രോ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രോ മോട്ടോർ കേസുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. മോട്ടോർ കേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ ജിനു ഒരു കോണിക്കൂടെ കയറി ചെന്ന് നമ്മുടെ ഇലക്ട്രോ എടുത്ത് നമ്മുടെ ഫൈറ്ററിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈറ്റർ അവിടെ ഇലക്ട്രോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫൈറ്റർ അവിടെ താഴെ ഡ്രോപ്പ് ഡൗൺ ഷോട്ട് എടുക്കാൻ മാരിയറ്റിനെ ഇവരെ ഒറ്റ അടിക്കുന്നത് തന്നെ തീർത്തിട്ടുണ്ട്. ബാക്കിൽ കൂടെ മോട്ടോർ കേസ് കയറി വന്ന് അടിച്ചിട്ടുണ്ട്. മാരിയറ്റ് ഒരു കോണിക്കൂടെ കയറി ചെന്നിരിക്കുന്നു. ഡബിൾ അവിടെ കയറി വരുന്നു. ഇലക്ട്രോ അവിടെ നിൽക്കുന്നു. ജിനു അവിടെ 6 കിലോ എടുത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പഴശ്ശി അവിടെ കയറി ചെല്ലുന്നുണ്ട്. പഴശ്ശി അവിടെ ഓപ്പൺ നിൽക്കുന്നേ ഉള്ളൂ. പഴശ്ശിനെ നോക്കാം. പഴശ്ശി അവിടെ പിഴി നിൽക്കുന്നേ ഉള്ളൂ. പതുക്കെ അവിടെ കട്ട ഫയറിംഗ് ആണ് ഫിനിക്സ്. മാരിയറ്റ് അപ്പോഴും അവിടെ നിൽക്കുക. തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ മാരിയറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. 2 കോണിക്കൂടെ പഴശ്ശിക്ക് അടി വരുന്നുണ്ട്. അപ്പോൾ ജിനു അവിടെ 6 കിലോ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 7 കിലോ എടുത്ത് മാരിയറ്റ് അവിടെ നിൽക്കുന്നത്. 19-13 എന്ന സ്ഥിതി നിൽക്കുകയാണ്. ഡെബിളിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡെബിളിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗോൾ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാരിയറ്റ് അപ്പോഴും കട്ടയ്ക്ക് ഫയറിംഗ്. പഴശ്ശി അവിടെ മാരിയറ്റിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ കേസി ആൻഡ് പഴശ്ശി തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പഴശ്ശി അവിടെ കട്ട ഫയറിംഗ്. ആം ഇലക്ട്രോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജിനു എല്ലാം കൂടെ ഒന്ന് 19-15 എന്ന സ്ഥിതിയിലേക്ക് കളി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പഴശ്ശി അവിടെ മനോഹരമായിട്ട് തന്നെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈറ്ററിനെയും ഗോഡിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. 2 പേരും അവിടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരും അവിടെ കവർ നിൽക്കുകയാണ്. അപ്പോൾ 2 പേരെ ഓപ്പണിൽ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പഴശ്ശി അവിടെ കയറി ചെന്ന് പോയായിരുന്നു. അപ്പോൾ മോട്ടോർ കേസി അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇലക്ട്രോ അവിടെ ഓടി വരുന്നുണ്ട്. ഇലക്ട്രോനെ സ്പോട്ട് ചെയ്തിട്ട് അവർ ഫറ കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോ ആൻഡ് മാരിയറ്റ് 2 പേരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ 24-17 എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നോക്സർ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആൽഫ നമ്മുടെ റാങ്കോ ആൽഫ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റാങ്കോ കോൺഗ്രാജുലേഷൻസ്, നമ്മുടെ ടോപ്പ് 3 എത്തിയെന്ന് അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ടോപ്പ് 3 എത്തിയതിന് കോൺഗ്രാജുലേഷൻസ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചായിരുന്നു, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നോക്കാം, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ ടീം 26-18 എന്നുള്ള നിലയിലാണ് ഫിനിക്സ്. ഫൈറ്റർ അവിടെ നിൽക്കുന്നുള്ളൂ. ജിനു അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. ഗോഡ് അവിടെ നിന്ന് കട്ട ഫയർ. ഡെവിളിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. M249 വെച്ചുള്ള സ്പ്രേ ആണ്. ജിനുവിനെ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. ജിനുവിന്റെ മനോഹരമായ സ്പ്രേ ബാക്ക് അവിടെ കാണാൻ സാധിച്ചു. മോട്ടോർ കേസിൽ മാരിയറ്റ് അവിടെ നിൽക്കുന്നുള്ളൂ. മാരിയറ്റ് അവിടെ ഡെവിളിനെ ജിനുവിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. പഴശ്ശിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പഴശ്ശി അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇലക്ട്രോ അവിടെ കയറി വരുന്നു. മാരിയറ്റിനെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. മാരിയറ്റ് ആൻഡ് ഇലക്ട്രോ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നു. ഇലക്ട്രോനെ അവിടെ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇലക്ട്രോയ്ക്ക് ചെറിയ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഫൈറ്റർ അവിടെ കയറി ചെല്ലുന്നുണ്ടിരിക്കുന്നുണ്ട്. മാരിയറ്റ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഡബിളിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ മോട്ടോർ കേസിനെ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ മോട്ടോർ കേസിനെ അവിടെ ഡബിൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 33-23 എന്നുള്ള സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 33-23 എന്നുള്ള രീതിയിൽ മാരിയറ്റ് അവിടെ ഇപ്പോഴും ഡൗൺ ആയിട്ടുണ്ട്. ഇലക്ട്രോ ഒക്കെ അവിടെ മാരിയറ്റിനെ ഡൗൺ ചെയ്ത് അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇലക്ട്രോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രോനെ അവിടെ സ്പോട്ട് ചെയ്ത് ജിനു അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഗോഡിന്റെ അടുത്തേക്ക് നമ്മുടെ ഡബിൾ കയറി ചെല്ലുന്നുണ്ട്. ഗോഡിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഗോഡ് അവിടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഡബിൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാരിയറ്റിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ കേസി അവിടെ ജിനുവിനെ ഫിനിഷ് ചെയ്തു. അപ്പം ജിനു അവിടെ 10 കിലോ എടുത്ത് നിൽക്കുന്നു. മാരിയറ്റ് അവിടെ 11 കിലോ എടുത്തിരിക്കുന്നു. മോട്ടോർ കേസി അവിടെ 10 കിലോ എടുത്തിട്ടുണ്ട്. തുല്യരായിട്ട് തന്നെ പൊരുതുകയാണ്. അവിടെ ടീം മെമ്പേഴ്സ് 38-28 എന്ന നിലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ മെമ്പേഴ്സ് എല്ലാം കൂടെ ക്ലോസിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിനു അവിടെ ഫൈറ്ററിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡബിൾ അവിടെ ഫ്രണ്ടിൽ കയറി നിൽപ്പുണ്ട്. ഇലക്ട്രോ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോട്ടോർ കേസിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോനെ സ്പോട്ട് ചെയ്ത് നമ്മുടെ മാരിയറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ടീം നമ്പർ ഇമ്പീരിയൽ അവിടെ വിജയിച്ചിട്ടുണ്ട്. 40-29 എന്ന നിലയ്ക്ക് ഇമ്പീരിയൽ അവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ OP ഗൈസ്.
അപ്പോൾ അടുത്ത മാച്ച് നമ്മുടെ ബ്ലൂവും ഫാൻറ്റവും തമ്മിലാണ് നടക്കാൻ പോകുന്നത്. ബ്ലൂവും ഫാൻറ്റവും തമ്മിലുള്ള മാച്ചുമായിട്ട് ഉടൻ തന്നെ തിരിച്ചെത്തുക. Till then, wait and hold. Your smile, now the sunshine brings the light. Fill me out with a flame. I will let you in this game. Take me out where I'm down. 'Cause with you I'm safe and sound. 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 Bring that beat back.
അപ്പോൾ നമ്മൾ അടുത്ത മാച്ചുമായിട്ട് എത്തിയിരിക്കുകയാണ്. അടുത്ത മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫാൻറ്റം ലൈനപ്പുമായിട്ട് പോരാടുന്ന ബ്ലൂ ലൈനപ്പിനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ട് കളി ബ്ലൂ ലൈനപ്പിന് അല്പം പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കളി എങ്ങനെ ആകും എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ജോമോൻ, എബനൈസർ എന്നിവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നത്. നമ്മുടെ മാക്കാൻ മനോഹരമായിട്ട് നീഡുകളും കാര്യങ്ങളുമായിട്ട് അവിടെ കയറി വരുന്നുണ്ട്. എബനൈസർ അവിടെ ഓടി നടക്കുന്നുണ്ട്. എബനൈസർ തൊട്ട് ഫ്രണ്ടിലൂടെ ഓടി നടക്കുന്നുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ നീഡൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട്. ജോമോൻ അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഡെവിലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെവിൻ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡെവിനുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഡെവിലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡെവിൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിക്സ് ജോമോൻ അവിടെ നിൽപ്പുണ്ട്. മാക്കാനുമായിട്ടുള്ള ഫൈറ്റിന് വേണ്ടി റെഡിയായിട്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോൾഡിങ്ങും കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫിനിക്സ് ബ്ലൂ മുമ്പസ് ഒരു കോണിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഘടപെട്ടാൻ ഒരു കില്ലർ അവിടെ എടുത്തിട്ടുണ്ട്. ഫിനിക്സ് ലെവൽ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. പഴശ്ശിക്ക് അവിടെ ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോമോൻ അവിടെ പഴശ്ശിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 കില്ല് ഓൾറെഡി നമ്മുടെ ടീം നമ്പർ ഫാൻറ്റം എടുത്തിട്ടുണ്ട്. ഫാൻറ്റം അവിടെ ജിനുവിനെ കില്ല് ചെയ്ത് കഴിഞ്ഞ് 4-1 അവിടെ നിൽക്കുകയാണ്. അപ്പം ഫിനിക്സ് ജോമോൻ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി മുമ്പസ് അവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. ഫിനിക്സ് ലെവൽ അവിടെ ജോമോനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ 2-4 എന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ജോമോൻ അവിടെ ഓടിച്ചെന്നുകൊണ്ടിരിക്കുന്നു. മാക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. മാക്കാൻ അവിടെ ഓടിച്ചെന്നുകൊണ്ടിരിക്കും. മാക്കാൻ ജിനുവിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ, പക്ഷേ ഡെവിൽ അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. മാക്കാനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഡെവിൽ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ജോമോൻ എല്ലാം കൂടെ കയറി വിറകുന്നുണ്ട്. അപ്പം ഫാൻറ്റം ലൈനപ്പ് അവിടെ ബ്ലൂവിന് മേൽ ആദ്യം തന്നെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. എബനൈസറൊക്കെ അവിടെ നിൽക്കുകയാണ്. ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പഴശ്ശിനൊക്കെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡെവിലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഇലക്ട്രോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ജിനു അവിടെ ഓപ്പണിൽ കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ജിനു അവിടെ ഒന്ന് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്കാനെ അവിടെ സ്പോട്ട് ചെയ്ത് ജിനു അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൂടെ എബനൈസർ അടിച്ചിട്ടുണ്ട്. എബനൈസർ ഒരു കോണിൽ കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ജോമോൻ ഒരു കോണിൽ കൂടെ കയറി വരുന്നുണ്ട്. നീടും കാര്യങ്ങളും തൊട്ടടുത്ത് ജോമോൻ്റെ അടുത്ത് നേരത്തെ പുട്ട് ഒരു പക്ഷേ ടൈമിംഗ് ആയിട്ടുള്ള നീടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ നല്ല ഡാമേജ് കൊടുത്തേനെ. എബനൈസർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എബനൈസർ അവിടെ കയറി വരുന്നുണ്ട്. ഡെവിലിനെ പഴശ്ശിനെ അവിടെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പഴശ്ശിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 4-13 എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് കളി. 4-13 ഫിനിക്സ് ജോമോൻ അവിടെ ഡെവിലിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്കാൻ അവിടെ കട്ടയ്ക്ക് സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാക്കാനും പഴശ്ശി തമ്മിലുള്ള സ്പ്രേ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മാക്കാനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. PXW അവിടെ കയറി വരുന്നുണ്ട്. PXW അവിടെ ബാക്കിൽ കൂടെ പഴശ്ശിനെ ഡൗൺ ചെയ്തെടുത്തിട്ടുണ്ട്. PXW അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഫിനിക്സ് മാക്കാൻ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നു. മാക്കാനുമായിട്ടുള്ള ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തൊട്ട് ദൂരെ അവിടെ എബനൈസർ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എബനൈസറിനെ അവിടെ ആമലക്ട്രോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആമലക്ട്രോ അവിടെ കയറി PXW ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡെവിൽ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഡെവിൽ ആമലക്ട്രോയ്ക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ എബനൈസർ ഒരു കോണിൽ കൂടെ കയറി തരുന്നു. പഴശ്ശിനെ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എബനൈസറിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. PXW അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. PXW അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എബനൈസറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മാക്കാൻ അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ PXW ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മാക്കാൻ ഒരു കോണിൽ കൂടെ കയറി വരുന്നുണ്ട്. മാക്കാനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മാക്കാനും ജോമോൻ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. ജോമോനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എബനൈസർ അവിടെ തിരിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിനെ മാക്കാൻ അവിടെ ഫിനിഷ് ചെയ്തു. അതോടൊപ്പം തന്നെ 14-19 തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ബ്ലൂവിലെ മെമ്പേഴ്സ് പതുക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ പഴശ്ശിക്ക് ഇതുവരെ കില്ലെന്ന് നിൽക്കാൻ സാധിച്ചില്ല. പഴശ്ശി അവിടെ കാർ 98 കൊണ്ടാണ് ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. കാർ 98 M249 നിൽക്കുന്നത്. അപ്പോൾ ജോമോൻ അവിടെ ഡാമേജ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നടക്കുന്നൊന്നുമില്ല. കാർ 98 വെച്ചുള്ളൊരു പോരാട്ടം ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇലക്ട്രോ അവിടെ ഒരു മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജിനു അവിടെ മനോഹരമായിട്ട് തന്നെ വിളിക്കുന്നത്. ജിനു അവിടെ 8ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡെവിലിനെ നോക്കാം. അപ്പോൾ 8ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെവിൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഡെവിൾ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡെവിലിനെ അവിടെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡെവിൾ അവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രോനെ അവിടെ ഫിനിഷ് ചെയ്തു. മാക്കാൻ അവിടെ കയറി മനോഹരമായ പോരാട്ടമാണ്. മാക്കാൻ ആൻഡ് PXW കോംബോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടുപേരും അടുത്തടുത്ത് നിന്ന് മനോഹരമായ പോരാട്ടമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോ അവിടെ സ്ലൈഡിങ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രോ ആൻഡ് ഡെവിൾ തമ്മിലുള്ള അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും PXW അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. 19-26 മാക്കാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. 26 പോയിന്റ് ജോമോൻ അവിടെ കയറി ചെന്നുകൊണ്ടിരിപ്പുണ്ട്. ജിനുവിൻ്റെ അടുത്തേക്ക് ഇവിടെ കയറി തരുന്നു. ജിനു അവിടെ നിന്ന് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ജിനുവിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. പഴശ്ശിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പഴശ്ശി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. വില്ലി എബനൈസർ അവിടെ കയറി 8 കില്ല് എടുത്തിട്ടുണ്ട്. മാക്കാൻ അവിടെ 10 കില്ല് എടുത്തിട്ടുണ്ട്. ജോമോൻ ഡ്രോപ്പ് ഡൗൺ ഷോട്ടിലൂടെ നമ്മുടെ ഇലക്ട്രോനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എബനൈസർ അവിടെ കട്ട സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് ജിനു നിൽക്കുന്നു. ജിനുവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എബനൈസർ ആൻഡ് PXW മനോഹരമായിട്ട് തന്നെ പൊരുതുന്നു. ബാക്കി മെമ്പേഴ്സ് അവിടെ നമ്മുടെ ഇലക്ട്രോ ഇപ്പോഴും അവിടെ കയറി വരുന്നുള്ളൂ. ഇലക്ട്രോ ആൻഡ് മാക്കാൻ അവിടെ തൊട്ട് നിൽക്കുന്നത്. ജിനു അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എബനൈസർ അവിടെ നിൽക്കുന്നു. അപ്പോൾ തൊട്ട് ബാക്കിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴശ്ശിനെ നോക്കാം. പഴശ്ശിയുടെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തൂടെയുള്ള ക്യാമ്പിങ് ആൻഡ് ഫയറിംഗ് ആണ് കട്ടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപ്പോൾ അടിപൊളിയ ഫയറിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്കാൻ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജോമോൻ അവിടെ നിന്ന് കയറി ചെല്ലുന്നു. ജോമോൻ ആൻഡ് ഡെവിൽ തമ്മിലുള്ള പോരാട്ടം. ഡെവിൽ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ജോമോനെ. അതേമാതിരി ഇലക്ട്രോ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 36-25 എന്ന നിലയിൽ എത്തുന്നുണ്ട്. അപ്പം ആം ഇലക്ട്രോ ആൻഡ്
ഗായ്സ് അവിടെ കയറി വരുന്നുണ്ട്. ഇലക്ട്രോ അവിടെ 8 കിലോട് കൂടി, ജിനു അവിടെ 11 കിലോട് കൂടി നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് പഴശ്ശി അവിടെ നെക്സ്റ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ എബനൈസറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. എബനൈസറും ജിനു തമ്മിലുള്ള കട്ട പോരാട്ടം. പക്ഷേ അവസാനം എബനൈസർ വിൻ ചെയ്തിട്ടുണ്ട്. എബനൈസർ അവിടെ 10 HP വിൻ ആയിട്ടുണ്ട്. ജോമോൻ ഇപ്പോഴും അവിടെ നിന്ന് കയറി ചെല്ലുന്നോണ്ടിരിക്കുന്നേ. ജോമോൻ ആൻഡ് PXW അവിടെ മനോഹരമായ ഫൈറ്റ്. PXW ആൻഡ് ഇലക്ട്രോ തമ്മിലുള്ള ഫൈറ്റ് എനിക്ക് തോന്നുന്നു സ്കോർപ്പിയൻ വിട്ടുള്ള സ്പ്രേ ഒക്കെ ആയിരുന്നു. ജിനുവിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജിനു അവിടെ ഓപ്പൺ ചെയ്ത് കയറി വരുന്നുണ്ട്. ജിനു അവിടെ സ്ലൈഡിനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജിനുവിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടീം ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ.
അപ്പോൾ ഗൈസ് അടുത്ത മാച്ച് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നമ്മുടെ ഇംപീരിയൽ വേഴ്സസ് ഫാൻറ്റം ലൈനപ്പ് തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മാച്ചൂടെ നമുക്കൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് എത്താം. അപ്പോൾ ഇംപീരിയൽ ലൈനപ്പിന് വേണ്ടി കയറുന്നു മാരിയറ്റ്, ഫൈറ്റർ, ക്രേസി ആൻഡ് ഗോഡ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി അടുത്ത ഫാൻറ്റം ലൈനപ്പിന് വേണ്ടി ആരൊക്കെ കയറുന്നത് നോക്കാം. ഫാൻറ്റം ലൈനപ്പിന് ജോമോൻ, മാക്കാൻ, ഫിനിക്സ് ഷാഡോ ആൻഡ് PX ഡെവിളാണ് ഫാൻറ്റം ലൈനപ്പിന് വേണ്ടി ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരം നമുക്ക് ആദ്യം തന്നെ കണ്ട രണ്ട് നേടുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ചിഹ്നിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ മാരിയറ്റിനെ സ്പോട്ട് ചെയ്യാൻ അവിടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജോമോൻ അവിടെ മാരിയറ്റിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് ഫൈറ്റർ അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജോമോൻ ഇപ്പോഴും ലെവായിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഫിനിക്സ് ബ്ലൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫൈറ്ററിനെ അവിടെ നല്ല ഡാമേജ് കിട്ടും. ഫൈറ്ററിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗോഡിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം മാക്കാൻ ഒരു കോണിൽ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാരിയറ്റ് ഒരു കോണിൽ നിന്ന് ഫൈറ്റ് കൊണ്ടിട്ടുണ്ട്. മോട്ടർ കേസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഷാഡോ നടന്നില്ല. ഫിനിക്സ് ഗോഡ് അവിടെ എപ്പോഴും ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ കില്ലർ സാത്താൻ വെൽക്കം ടു ദി സ്ട്രീം. അപ്പോൾ അതോടൊപ്പം തന്നെ അജീസ് സർവീസ് ഫാൻ എന്നൊക്കെ പറയുന്നുണ്ട്, ആൽഫ സർവീസ് ഫാൻ. നമ്മുടെ ഇവരുടെ ഫൈറ്റിലേക്ക് നമുക്കിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ ജോമോൻ PX ഷാഡോ തമ്മിലുള്ള ഫൈറ്റാണ്. ഷാഡോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. PX ഡെവലിൻ്റെ അടുത്ത് മാരിയറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മാരിയറ്റ് പക്ഷേ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മോട്ടർ കേസി ഒപ്പം തന്നെ ബാക്കിൽ കയറി വരുന്നുണ്ട്. ജോമോൻ അവിടെ കയറി വരുന്നത്. ജോമോൻ അവിടെ ഒരു മെമ്പർ ഡൗൺ ചെയ്തു. ഒരു മോട്ടർ കേസി ബാക്കിൽ കൂടെ ജോമോനെ ഡൗൺ ചെയ്തു. മോട്ടർ കേസി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തു. PX ഡെവലുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. PX ഡെവൽ അവിടെ മോട്ടർ കേസിയുമായിട്ട് ഫൈറ്റ് നടക്കുന്നു. മോട്ടർ കേസിനെ PX ഡെവൽ അവിടെ ഡൗൺ ചെയ്തു. ഇൻസ്റ്റൻ്റ് മാരിയറ്റ് അവിടെ സ്പോട്ട് ചെയ്തു. PX ഡെവലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗോഡ് അവിടെ കയറി വരുന്നുണ്ട്. ഗോഡ് അവിടെ ഓപ്പണിൽ കൂടെ കയറി വരുന്നുണ്ട്. PX മാരിയറ്റ് മോട്ടർ കേസ് ചെയ്യുന്നവരോട് കയറി വരുന്നു. മോട്ടർ കേസ് റൈറ്റ് കൂടെ കയറുന്നു. ഫൈറ്റർ ലെഫ്റ്റിൽ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാക്കാൻ OP ഗൈസ്. മാക്കാൻ കുറേ നേരം കൊണ്ട് നല്ല കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്കാൻ ആറ് കളികൾക്ക് ഗോഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഷാഡോ അവിടെ ഡൗൺ ആണ്. ജോമോൻ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ജോമോൻ്റെ കട്ട സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു നീഡ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെവിളൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. മാരിയറ്റിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഷാഡോനെ നോക്കാം. ഷാഡോ അവിടെ കട്ട ഫയറിംഗ് ആണ് മാരിയറ്റിനെതിരെ. മോട്ടർ കേസ് അവർ കോണിക്കിടെ കയറി വരുന്നുണ്ട്. മാരിയറ്റിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. അതോടൊപ്പം തന്നെ മാക്കാൻ അവിടെ കയറി വരുന്നുണ്ട്. മാക്കാൻ ആൻഡ് മോട്ടർ കേസ് തമ്മിലുള്ള ഫയറിംഗ് നടക്കുന്നത്. മാർക്കാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. PX ഡെവിൾ അപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ജോമോൻ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ. PX ഡെവിളിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ മോട്ടർ കേസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോഡ് അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തു. മാരിയോട്ട് ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തു. അപ്പോൾ അടുത്ത മാച്ച് പിന്നെ തൊട്ടടുത്ത് PX ഡബിൾ ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ഇനി അടുത്ത ജോമോനൊക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്കാനെ നോക്കാം. ഇതെന്താ മാറാത്തെ? ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് MS കൂടുന്നുണ്ട്. മാക്കാനെ നോക്കുകയാണ്. മോട്ടർ കേസിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മാക്കാനും അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. മാരിയറ്റ് അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. മാരിയറ്റിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തു. കയറി ചെല്ലുന്ന മോട്ടർ കേസിനടുത്തേക്ക് മോട്ടർ കേസിനെ സ്പോട്ട് ചെയ്ത് ഷാഡോ ഡൗൺ ചെയ്തിട്ടുണ്ട്. PX ഡബിൾ അവിടെ ഡൗൺ ചെയ്തു. മോട്ടർ കേസുമായിട്ടുള്ള ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അടുത്തൊരു നീഡ് അടുത്ത് വന്നിട്ടുണ്ട്. നീഡ് അടുത്ത് വന്ന് പൊട്ടുമ്പോൾ മാക്കാൻ അവിടെ നല്ല ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്കാൻ അവിടെ നിന്ന് കട്ട ഫയറിംഗ് മാക്കാനെ നീഡിലൂടെ അവിടെ തീർത്തിട്ടുണ്ട്. മാരിയറ്റ് അവിടെ കയറി ചെല്ലുന്ന മാക്കാൻ്റെ അടുത്തേക്ക് മനോഹരമായ നീഡൊക്കെ ഇട്ടതിന് ശേഷം കയറി ചെല്ലുമായിരുന്നു. PX ഡബിളിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. PX ഡബിൾ അവിടെ ഡൗൺ ആവുന്നില്ല. ജോമോനെ നോക്കാം. ജോമോൻ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ജോമോൻ അവിടെ ബാക്കിൽ നിന്ന് കയറി ചെല്ലുന്നുണ്ട്. മാക്കാനെ അവിടെ ഡൗൺ ആക്കിയിട്ടുണ്ട്. PX ഷാഡോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫിനിക്സിൻ്റെ ഒരു മൈൻഡും ഇല്ലല്ലോ കില്ലറെ എന്ന് പറയുന്നത്. വൈപ്പർ സർ ഒരു ഹായ് തരുമോ? എടാ കില്ലറെ ഹായ് ഹായ് ഹായ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കില്ലറെ ഹായ് 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 ഹായ്. അതേമാതിരി നൂബെ ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും ഹായ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫൈറ്റർ അവിടെ ഷാഡോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. അപ്പോൾ 25-24 കട്ടയ്ക്ക് തന്നെ പോരാട്ടം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. 26-24 ആയിട്ട് നിൽക്കുന്നുണ്ട്. ജോമനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്ന ഗോഡിനെ 2 മെമ്പേഴ്സ് ചേർന്ന് അവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ 26-25 നീങ്ങുന്നു. കട്ടയ്ക്ക് നല്ല ഹോൾഡിംഗ് ഉള്ള പരിപാടി ആദ്യം മുതൽ തന്നെ നല്ല മനോഹരമായിട്ട് തന്നെ പൊരുത്തിക്കൊണ്ടിരിക്കുന്ന ഫിനിക്സ് ഗോഡ് അവിടെ കയറി വരുന്നു. ഫിനിക്സ് ഫൈറ്റർ ആൻഡ് ഫാൻറ്റം അവിടെ നമ്മൾ ജോമോൻ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഗോഡ് അവിടെ നിന്ന് നേടൊക്കെ എടുത്തെറിയുന്നുണ്ട്. നേട് എടുത്തെറിഞ്ഞതിന് ശേഷം എന്താകാൻ അറിയത്തില്ല. ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. തൊട്ട് ബാക്കിൽ നിന്ന് ഗോഡ് അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. അപ്പോൾ ഷാഡോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഷാഡോയിനെ നോക്കാം. ഷാഡോ അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. ഷാഡോ ഓപ്പണിലൂടെ അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഗോഡ് അവിടെ ഫിനിഷ് ചെയ്യുമെന്നുള്ള അറിയത്തില്ല. ഗോഡ് അവിടെ കട്ടയ്ക്ക് ഫയർ കൊടുക്കുന്നുണ്ട്. ഫിനിക്സ് ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫൈറ്റർ ആൻഡ് ഷാഡോ ഗോഡ് തമ്മിലുള്ള തിരിച്ച് ഷാഡോയ്ക്ക് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാരിയറ്റിനെ സ്പോട്ട് ചെയ്യാൻ മാരിയറ്റ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഗോഡിനെ നോക്കാം. ഗോഡ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അടുത്ത നീഡൊക്കെ ആയിട്ട് ഷാഡോയുടെ അടുത്തേക്ക്. അപ്പോൾ PX ഡബിളിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നീഡുകളൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട് കട്ടയ്ക്ക്. പക്ഷേ ഡൗൺ ആവുന്നില്ല. ജോമോൻ്റെ അടുത്ത് വന്ന് നീഡ് പൊട്ടിയിട്ടുണ്ട്. ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ PX ഡബിൾ അവിടെ കയറി ചെല്ലുന്നത് മാക്കാൻ്റെ അടുത്തേക്ക്. മാക്കാൻ്റെ തൊട്ട് ബാക്കിൽ കൂടെ കയറി ചെല്ലുന്നുണ്ട്. ജോമോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റർ അവിടെ ഒരു ജോമോനെ ഡൗൺ ചെയ്തു. ഫൈറ്റർ അവിടെ 12 കിലോ എടുത്ത് OP പ്ലേ ആണ് കാഴ്ചവെച്ചിട്ടുണ്ട്. മാക്കാൻ അവിടെ 12 കിലോ എടുത്ത് OP പ്ലേ പൊളിക്കളി.
ബ്രൂട്ടൽ ഗെയിമിംഗ് കയറാൻ പറ്റിയില്ല. എന്തായാലും പൊളി മനോഹരമായ കളി 34-33 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 35-34 എന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും കട്ടയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ബ്ലൂ ടീം അവിടെ 35, ഇമ്പീരിയൽ ടീമാണെന്ന് തോന്നുന്നു ബ്ലൂ അവിടെ 35, ഫാൻറ്റം ടീം മെമ്പേഴ്സ് അവിടെ 34 നിൽക്കുന്നത്. അപ്പോൾ 36-34 എന്ന നിലയിലേക്ക് സ്ഥിതി എത്തിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ഫൈറ്റുകളാണ് നടക്കുന്നത്. ആരെയാണ് സ്പോട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് മാറി നിന്ന് സ്പോട്ട് ചെയ്യുക. അപ്പോൾ ഫിനിക്സ് ഫൈറ്ററൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ഷാഡോ ഒക്കെ അവിടെ നിൽക്കുന്നു. 37-35 എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് കളി. 37-35 നിന്നുകൊണ്ടിരിക്കുമ്പോൾ കട്ടയ്ക്ക് അവിടെ ഫൈറ്റ് നടക്കും. മോട്ടോർ കേസ് അവിടെ കയറി വരുന്നു. PX ലെവലിൽ അവിടെ സ്പോട്ട് ചെയ്ത് റൗണ്ട് ചെയ്യാൻ ശ്രമിച്ചു. PX ലെവൽ രോമാൻ അവിടെ കയറി മോട്ടോർ കേസിനെ റൗണ്ട് ചെയ്തു. 37-37 എന്ന നിലയിലേക്ക് പൊളിക്കളി. അപ്പോൾ 37-30 ഗോഡ് ആൻഡ് ജോമോൻ തമ്മിലുള്ള ഫയറിംഗ് അവിടെ നടക്കുന്നുണ്ട്. 37-38 ആയിട്ടുണ്ട്. 39-38 ആയിട്ടുണ്ട്. അവസാന നിമിഷ പോരാട്ടം. ഇഞ്ചോടിഞ്ച് ഒരു കില്ലോട് കൂടി എന്താകും സ്ഥിതി എന്നറിയത്തില്ല. അപ്പം ലാസ്റ്റ് കില്ലിന് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും. ടീം നമ്പർ ബ്ലൂ അവിടെ മാക്സിമം ശ്രമിക്കും ലാസ്റ്റ് കില്ല് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും അവസാനം നമ്മുടെ ഫിനിക്സ് ഫൈറ്റർ മോട്ടോർ കേസി മാരിയായിട്ട് ഇമ്പീരിയൽ ലൈനപ്പ് അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം ഒരു രക്ഷയില്ലാതെ ഇമ്പീരിയർ ലൈനപ്പ് 40-38 എന്ന് പറഞ്ഞ് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവസാനം നടന്ന 2 പോരാട്ടങ്ങളും മനോഹരമായ പോരാട്ടങ്ങളായിരുന്നു. എന്തായാലും അടിപൊളി OP ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത പോരാട്ടം. ഇനി അടുത്ത മാച്ച് ഹൈഡ്രീമായിട്ടാണ് തോന്നുന്നു ഇമ്പീരിയലിൻ്റെ.
അടുത്ത മാച്ച് എപ്പോഴാണ്? ഞാൻ നിന്നെ വിളിച്ചോളാം. അരമണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ് അടുത്ത മാച്ചുമായിട്ട്. നമ്മുടെ ഫാൻറ്റം ലൈനപ്പ് വേഴ്സ് ഹൈഡ്ര ലൈനപ്പ് തമ്മിലുള്ള മത്സരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 4 മെമ്പേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഫോൾ ടൈസ്യൂസ് ഇതാരാണാവോ, എനിക്ക് പുതിയ മെമ്പറായിട്ട് തോന്നുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഫോൾ ടൈസ്യൂസ് എന്ന് പറഞ്ഞ പ്ലെയർ. അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് അവിടെ നിൽപ്പുണ്ട്. ഓപ്പണിൽ കൂടെ മോട്ടോർ കേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫോൾ ടൈസൂസ് അവിടെ ആദ്യം തന്നെ സ്കോറിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ഫൈറ്ററൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഫൈറ്ററിൻ്റെ അടുത്തേക്കൊക്കെ ഇവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫൈറ്റർ അവിടെ ലെവണൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ ഗോഡിനെ നോക്കാം. ഗോഡ് ഒരു കോണിൽ കൂടെ കയറി ചെന്നുകൊണ്ടിരിപ്പുണ്ട്. മാരിയറ്റ് തന്നെ അവിടെ 47 നോക്സി അവിടെ ഡൗൺ ചെയ്തു. ചേട്ടനും അനിയനും തമ്മിലുള്ള പോരാട്ടം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനും അനിയനെയും നമുക്ക് നോക്കാം. ഇവിടെ
കട്ടയ്ക്ക് അവിടെ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോട്ടർ ഗ്രേസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. 3-3 എന്ന് പറഞ്ഞ നിലയിൽ നിൽക്കുകയാണ്. 4-3 മാറിയിട്ടുണ്ട്. അപ്പം 4-3 ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോട്ടർ ഗ്രേസി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഗോൾഡ് ക്രൈസിസ് ഇപ്പോഴും അവിടെ കയറി വരുന്നുണ്ട്. ബ്ലാക്ക് ഏഞ്ചലിനൊക്കെ സ്പോട്ട് ചെയ്ത് മോട്ടർ ഗ്രേസിനെ വീണ്ടും അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മോട്ടർ ഗ്രേസിൻ്റെ അവിടെ ഫൈറ്റർ ചെയ്ത് വീണ്ടും അവിടെ ഡൗൺ ചെയ്തു. നമ്മുടെ പുതിയ ഗണ്ണൊക്കെ എടുത്ത് ഏത് ഗണ്ണാന്ന് പേര് പോലും എനിക്കറിയത്തില്ല ഇതുവരെ ആ ഗണ്ണിൻ്റെ. അപ്പോൾ മാരിയറ്റിനൊക്കെ സ്പോട്ട് ചെയ്ത് അവിടെ ഫയറിംഗ് നല്ല മനോഹരമായിട്ട് തന്നെ സ്പ്രേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടൈസൂസ് 4 കിലോ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. 7-7 എന്ന് പറഞ്ഞ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 7-8 മാറിയിട്ടുണ്ട് അടുത്തത്. അപ്പം ഗായസ് OP പ്ലേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളി പ്ലേകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 8-8 എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഗോഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈസൂസ് അവിടെ ഫൈറ്റർ അവിടെ കട്ട ഫയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടൈസൂസിൻ്റെ അടുത്തേക്ക് ഫൈറ്റർ അവിടെ കയറി ചെന്നിട്ട് ഫൈറ്റർ ആൻഡ് ടൈസൂസ് തമ്മിലുള്ള ടൈറ്റർ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ടൈസൂസ് മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോട്ടർ കേസി അവിടെ കയറി തരുന്നുണ്ട്. നമ്മുടെ നോക്സിയോനെ അനിയനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മാരിയട്ടിനെ നോക്കാം. മാരിയട്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. മാരിയട്ട് ഇവർ തമ്മിലുള്ള കട്ടയ്ക്കുള്ള ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത് 11-12 എന്ന് പറഞ്ഞിരിക്കുന്നു. മനോഹരമായിട്ട് കട്ടയ്ക്കുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ടീം നമ്പർ ഹൈഡ്ര ആൻഡ് ആൽഫ തമ്മിലുള്ള മനോഹരമായിട്ട് ഫൈറ്റ് കാണാം. അവസാനം നടന്ന 3 മാച്ചുകളും നല്ല കട്ടയ്ക്കായിരുന്നു നടന്നുകൊണ്ട് 13-14 എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ കട്ടയ്ക്ക് തന്നെ മുന്നോട്ട് നിൽക്കുകയാണ്. 13-14 നമ്മുടെ ടീം നമ്പർ റെഡ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ തൽക്കാലം മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഹൈഡ്ര ടീം ഇപ്പോൾ തൽക്കാലം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫിനിക്സിൻ്റെ ബ്ലൂ ടീമിനെ അവിടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലുണ്ട്. ബാക്കി ഫൈറ്ററിനെ അവിടെ കാണാൻ സാധിക്കുന്നു. ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗോഡ് സൈഡ് മനോഹരമായ മാരിയട്ട് അവിടെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ ഒരു വേറൊരു മെമ്പറിനെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഫൈസിനെ അവിടെ ഡൗൺ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഗോഡ്സായി അവിടെ വേറൊരു കോണിൽ കൂടെ എടുത്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഫൈറ്റർ അതുവഴി നീടും കണ്ടൊക്കെ വരുന്നുണ്ട്. ഗോഡ്സായി വീണ്ടും അവിടെ ഗോഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ. ഗോഡ് എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഗോഡിൻ്റെ തോക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മനോഹരമായിട്ട് പോരാട്ടം. 47 നോക്സിയോ അവിടെ ഫയർ കൊടുത്തിട്ടുണ്ട്. ഫിനിക്സ് ഗോഡ്സായി അവിടെ നോക്സിയോടൊക്കെ നല്ല കവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗോഡ് അവിടെ എത്തിയിട്ടുണ്ട്. ഗോഡ് അവിടെ നിന്ന് സ്പ്രേ ചെയ്യാൻ സാധിച്ചു. മോട്ടർ ഗ്രേസി അവിടെ എത്തിയിട്ടുണ്ട്. മോട്ടർ ഗ്രേസി ബാക്ക് ആൻഡ് ചെയ്ത് തമ്മിലുള്ള ഫയർ നടക്കുന്നത്. പോൾ നല്ല മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോൾ ടൈസ്യൂസ് അവിടെ 11 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാരിയട്ട് അവിടെ കയറി ചെല്ലുന്നുണ്ട്. മാരിയട്ട് അവിടെ പതുക്കെ കയറി ചെന്നപ്പോഴത്തേക്ക് മാരിയട്ട് അവിടെ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. 24-17 എന്ന സ്ഥിതിയിലേട്ടുണ്ട്. റെഡ് ടൈം അവിടെ വമ്പിച്ച് മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെഡ് ടീം OP കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാരിയട്ട് ഹൈഡ്ര ടീം ലൈനപ്പ് മനോഹരമായിട്ട് തന്നെ കളിക്കുന്നു. അപ്പം മോട്ടർ കേസി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. മാണ്ടടിയാണ് അടി. ഫോൾട്ടൈസ് 11 കില്ലെടുത്തോട് OP കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ആരെ സ്പെക്ക് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. ഗോഡ് സൈനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. ഫൈറ്റർ അവിടെ കണ്ടിന്യൂസ് സ്പ്രേ ചെയ്യണം. പക്ഷേ അവസാനം ഫൈറ്ററിനെ കൊണ്ട് പോയിരിക്കുകയാണ് ഗോഡ് സൈ. മാരിയട്ട് അവിടെ കയറി ചെല്ലുന്നുണ്ട്. മാരിയട്ട് അവിടെ പതുക്കെ കയറി ചെന്ന് നമ്മുടെ ബ്ലാക്ക് ഏഞ്ചലിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന്. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ പതുക്കെ വരുന്ന ഫോൾട്ടൈസിനെ നോക്കാം. നമുക്ക് ഫോൾട്ടൈസിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 12 കില്ലെടുത്ത് ഫോൾട്ടൈസ് അവിടെ ഫ്രണ്ട് നിൽക്കുമ്പോൾ മാരിയട്ടാണ് ടീം നമ്പർ 1 വേണ്ടി അവിടെ നിൽക്കുന്നത്. ഗോഡിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. അല്ല 47 നോക്സി ഒട്ടും മോശമല്ല. നോക്സി അവിടെ മനോഹരമായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഒരു കില്ലൊക്കെ എടുത്ത്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഏഞ്ചൽ ഇപ്പോൾ അവിടെ കയറി ചെന്ന് നല്ല സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഗോഡിനെയൊക്കെ ഡൗൺ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അവിടെ മാരിയട്ട് അവിടെ കയറി ചെല്ലുന്നുണ്ട്. 47 നോക്സിയുമായിട്ടുള്ള കട്ട ഫൈറ്റാണ്. അനിയനും ചേട്ടനും തമ്മിൽ വിട്ടുകൊടുക്കാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടർ കേസി എന്തോ പറ്റിയ ഒരു ചെറിയ രീതിയിൽ മുന്നോട്ട് നിൽക്കുകയാണ്. 8 കില്ല് എടുത്തിട്ടുള്ളൂ. മുന്നോട്ട് കയറേണ്ടതാണ് മോട്ടർ കേസി. ഫിനിക്സ് ഗോഡ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. കട്ടയ്ക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട ഹോൾഡിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാരിയട്ടിനെ നോക്കാം. മാരിയട്ട് അവിടെ കട്ടർ സ്പ്രേ ആണ് ഗോഡ്സൈക്ക് എതിരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യേ? ഓക്കെ, ചെറുക്കൻ അവിടെ തോക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേ പുതിയ തോക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. മോട്ടർ ഗ്രേസി അവിടെ ഫൈറ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ചോദിച്ചു. ഫൈറ്റർ അവിടെ 1 HP അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗോഡ്സായി ഇപ്പോഴും അവിടെ നിന്ന് കട്ട ഫയറിംഗ് ആണ്. അപ്പോൾ നോക്സിയൊക്കെ അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. മാരിയട്ടിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബ്ലാക്ക് ഏഞ്ചൽ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഏഞ്ചലാണ് മോട്ടർ ഗ്രേസി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാരിയട്ടിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്ത് ഗോഡ്സായി. എന്താണ് നെറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്തോ സംഭവം എന്ന് അറിയത്തില്ല. നെറ്റ് അവിടെ ചെറിയ സീൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 3 മെമ്പേഴ്സായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഫീനിക്സിലെ നമ്മുടെ ഇവർ ഇൻറ്റീരിയർ ലൈനപ്പ് അവിടെ 3 മെമ്പേഴ്സായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 38-32 എന്ന് പറഞ്ഞിരിക്കുകയാണ്. മോട്ടർ കേസ് അവിടെ ഒരു കില്ലെടുത്ത് 38-33 ആക്കിയിട്ടുണ്ട്. 38-33 തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കി മെമ്പേഴ്സ് അവിടെ 34-38 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കില്ലൂടെ വേണ്ടതാണ് നമ്മുടെ മെമ്പേഴ്സിനെ. അപ്പോൾ മോട്ടർ കേസ് അവിടെ മനോഹരമായിട്ട് തന്നെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റെഡ് ടീം അവിടെ ഒരു മനോഹരമായ നീഡിലൂടെ അവിടെ മാരിയട്ട് അവിടെ 12 കില്ലോട് കൂടി നമ്മുടെ ഫോൾട്ട് ടൈസ്യൂസ് അവിടെ 14 കില്ലോട് കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
Jack it up. അപ്പോൾ നമ്മുടെ TDM ചാലഞ്ചിലെ ലാസ്റ്റ് മാച്ചാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. നമ്മുടെ ടീം ഹൈഡ്ര വേഴ്സസ് ടീം ഫാൻറ്റം. അപ്പോൾ ഈ ലാസ്റ്റ് ലൈനപ്പിൻ്റെ റിസൾട്ട്സ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് തന്നെ നമുക്ക് നോക്കാം. ബൂട്ട് ക്യാമ്പ് സീരീസിലെ ലാസ്റ്റ് മാച്ചാണ് നടക്കാൻ പോകുന്നത്. ടീം ഹൈഡ്ര വേഴ്സസ് ടീം ഫാൻറ്റമാണ് നടക്കാൻ പോകുന്ന ഹാൻഡിൽ. മാക്കാൻ അവിടെ ഓൾറെഡി നീഡൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞു. പരസ്പരം കട്ടയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അവിടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ട് 47 നോക്സ് നമ്മുടെ റീബോണ്ട് ചേർത്ത് ഫസ്റ്റ് കില്ല് അവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ 1-1 സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. മാക്കാൻ അവിടെ നോക്സിനെ ഡൗൺ ചെയ്തു. 2 കില്ല് എടുത്ത് ടീം നമ്പർ റെഡ് അവിടെ കയറി വരുന്നുണ്ട്. നമ്മുടെ ഗോഡ്സായി അവിടെ നിന്ന് കട്ട ഫൈറ്റിംഗ് ആണ്. നെയ്സർ ആൻഡ് സെയിന്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. നമ്മുടെ ഗോഡ്സായി അവിടെ നിന്ന് കട്ട ഫയറിംഗ് ആയിരുന്നു. എന്തായാലും
അപ്പോൾ നമ്മൾ ഇവിടുന്ന് 47 സെയിൻ 47 നോക്സിയോ എല്ലാം അവിടെ കട്ടയ്ക്ക് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പതുക്കെ മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ പതുക്കെ മെമ്പേഴ്സ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഫിനിക്സ് മാക്കാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റീബോൺ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി നോക്കട്ടെ. അപ്പോൾ അതൊക്കെ ജോമോനെ നോക്കുവാണെങ്കിൽ ജോമോൻ ആൻഡ് റീബോൺ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നു. റീബോൺ മനോഹരമായിട്ട് തന്നെ 3 കില്ലൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോമോൻ ആൻഡ് ഇവരെല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കട്ടയ്ക്ക് ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് എബനൈസറിൻ്റെ മനോഹരമായ സ്പ്രേ മനോഹരമായിട്ട് തന്നെ എബനൈസർ 7-7 തന്നെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്താകും സ്ഥിതി എന്നുള്ള അറിയത്തില്ല. കട്ടയ്ക്ക് അവിടെ നിന്ന് ഫയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 47 നോക്സിയൊക്കെ ജമ്പ് ആൻഡ് ഷൂട്ടൊക്കെ ചെയ്ത് ചാടി ഓടിയാണ് വരുന്നത്. ഒരു രക്ഷയില്ലാതെ മാക്കാൻ അവിടെ ഹെൽത്തൊക്കെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഗോഡ്സായി ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. കട്ടയ്ക്ക് അവിടെ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ജോമോനെ സ്പോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ജോമോനെ അവിടെയൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എബനൈസറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റീബോണൊക്കെ അവിടെ കയറി വരുന്നേ ഉള്ളൂ. നമ്മുടെ 10-9 എന്നുള്ള സ്ഥിതിയിലേക്ക് നിന്ന് 11-9 മാറ്റിയിട്ടുണ്ട് മാക്കാൻ. നോക്സിയും മാക്കാനും തമ്മിലുള്ള ഹെൽത്തി പോരാട്ടം അവിടെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. എബനൈസർ പക്ഷേ ബാക്കിൽ നിന്ന് വന്ന് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാൽക്കൺ ഓപ്പിയൊക്കെ അവിടെ നിൽക്കുന്നുള്ളൂ. ഫാൽക്കണെ അവിടെ ഒരു സ്പോട്ട് ചെയ്ത് ജോമോൻ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജോമോൻ മോശമല്ല, ജോമോൻ അടിപൊളിയായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. നോക്സിയോനെ അവിടെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്സിയോ അവിടെ നേരെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ മാക്കാൻ വീണ്ടും അവിടെ നോക്സിയോനെ ഡൗൺ ചെയ്തു. നോക്സിയോ അവിടെ കയറി ചെല്ലും, മാക്കാൻ ഡൗൺ ചെയ്യും. നോക്സിയോ കയറി ചെല്ലും, മാക്കാൻ ഡൗൺ ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റീബോണൊക്കെ അവിടെ നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. റീബോണിനെ അവിടെ തൊട്ടടുത്ത് സ്പോട്ട് ചെയ്യാൻ ഗോഡ്സൈനെ അവിടെ കാണുന്നുണ്ട്. ഗോഡ്സൈ ആൻഡ് ഇവർ തമ്മിലുള്ള ജോമോൻ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഗോഡ്സൈനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിൽ കൂടെ നമ്മൾ അടി വരുന്നുണ്ട്. ഫാൽക്കൻ്റെ അടി അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. മാക്കാൻ അവിടെ 6 കില്ലെടുത്ത് വീണ്ടും OP പ്രകടനം 7 കില്ലെടുത്ത് അവിടെ OP പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്കാൻ OP ഗായ്സ് മാക്കാൻ റീബോൺ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സൈ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സൈനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവ് പോയോ കാണാൻ പറ്റുന്നില്ല. കില്ലറെ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കുക. ലൈവ് കാണാം, റീലോഡ് ആവുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ പറഞ്ഞത് നല്ല ഹെൽത്തി ലൈഫാണ് കാണിക്കുന്നത് ലൈവിൻ്റെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കട്ടയ്ക്ക് നല്ല ഫയറിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അയ്യോ ഞാൻ കളി അവിടെ പോയി. അപ്പോൾ മാക്കാൻ അവിടെ മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്കാൻ അവിടെ 10 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ 9 കില്ലെടുത്ത് റീബോൺ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. മാക്കാൻ്റെ അടുത്ത് നീടും കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ട്. നമ്മുടെ പുതിയ കണ്ണെടുത്തുകൊണ്ട് നേരെ കയറി ചെല്ലുന്നുണ്ട്. 47 നോക്സി അവിടെ ദൂരെ അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കട്ടയ്ക്ക് അവിടെ ഫയറിംഗ് ആണ്. എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഹൈഡ്ര ടീം മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ വരുന്നത് 22 എന്ന നിലയിൽ നിൽക്കുകയാണ്. മാക്കാനെ അവിടെ മോശമല്ല, മാക്കാനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ജോമോൻ ഒരു സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. 47 നോക്സി അങ്ങനെ ജോമോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എബനൈസർ അവിടെ കയറി വരുന്നുണ്ടായിരുന്നു. എബനൈസറിനെ അവിടെ സെയിൻറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സെയിൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സെയിൻറ്റ് അവിടെ മനോഹരമായിട്ട് തന്നെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫിനിക്സ്, എബനൈസർ, ഫാൽക്കൺ OP എന്നിവരെ അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിന് 47 നോക്സിനെ നോക്കുകയാണെങ്കിൽ നോക്സി അവിടെ എബനൈസർ അവിടെ സ്വന്തം തട്ടകത്തിൽ തന്നെ നേടിയിട്ടുണ്ട്. അപ്പം ഗോഡ്സൈനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നോക്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. 27-28 27-9 എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു മാച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിനിക്സ് റീബോൺ ആൻഡ് ഫിനിക്സ് സെയിൻറ്റിൻ്റെ അവിടെ മനോഹരമായ പോരാട്ടമാണ് നടക്കുന്നത്. ജോമോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ജോമോൻ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും അവിടെ ശ്രമിക്കുന്നുണ്ട്. അപ്പം മാക്കാനോട് അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഫാൽക്കൺ ആൻഡ് മാക്കാൻ തമ്മിലുള്ള ഹെൽത്തി പോരാട്ടം. ഫൈറ്റർ അവിടെ കയറി വരുന്നുണ്ട്. ഫൈറ്റർ അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റ് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റർ എബനൈസർ അവിടെ കയറി വന്ന് എന്തായാലും ഫാൽക്കൺ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മാക്കാൻ അവിടെ 10 കിലോട് മേലോട്ട് കയറിയിട്ടില്ല. റീവോൺ പക്ഷേ അവിടെ 12 കില്ലിലേക്ക് നേരിയിട്ടുണ്ട്. ഗോഡ്സായി അവിടെ 9 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായ ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്കായി 34-33 എന്ന സ്ഥിതിയിലേക്കാണ് നിൽക്കുന്നത്. മനോഹരമായിട്ട് ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 34-35 ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള മനോഹരമായ പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനിക്സ് ഫാൽക്കൺ ആൻഡ് ഹൈഡ്ര തമ്മിൽ മനോഹരമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. സെയിൻറ്റ് അവിടെ കട്ടയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റീബോൺ എപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്താണ് സംഭവം? നമുക്കാരെയും പ്രത്യേകിച്ച് കാണാനില്ല. 38 എന്ന് പറഞ്ഞ കട്ടയ്ക്ക് നിൽക്കുകയാണ് ടീം മെമ്പേഴ്സ് തമ്മിൽ. അപ്പോൾ 38 നിൽക്കുന്ന മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റിങ് നമുക്ക് നോക്കാം. നമ്മുടെ എന്തായാലും എബനൈസറിനെ അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. റീവൺ അവിടെ എബനൈസർ അവിടെ ഗോഡ്സൈനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 39-38 ലാസ്റ്റ് സെയിൻറ്റിൻ്റെ ലാസ്റ്റ് അവസാനം ഹൈഡ്ര ടീം അവിടെ നേടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ അല്ല, ഹൈഡ്ര ടീം അല്ല, നമ്മുടെ ഫാൽക്കൺ ടീം അവിടെ എടുത്തിട്ടുണ്ട്. ഫാൽക്കൺ ടീം മനോഹരമായിട്ട് തന്നെ അവിടെ 40 കില്ലോട് കൂടി അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു മാച്ചായിരുന്നു. എന്തായാലും ഞാനിവിടാണ് എന്ന് റിൻസ് പറയുന്നുണ്ട്. ഓക്കെ റിൻസു, അപ്പോൾ ഇതോടുകൂടി ചെറിയ ഒരു വിരാമം കൊടുക്കാൻ നമുക്ക് അടുത്ത ബൂട്ട് ക്യാമ്പ് ചലഞ്ചുമായിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ലൈനപ്പ് തമ്മിലുള്ള ബൂട്ട് ക്യാമ്പ് ചലഞ്ചുമായിട്ട് ഉടൻ തന്നെ എത്താം.